ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ശാഫി പണ്ഡിതന്മാർക്ക് സംഭവിച്ച ഒരു വീക്ഷണ വൈകല്യം, ആ ഹദീസിനെ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ച ഒരു അബദ്ധം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നോമ്പിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. പിന്നെ ഛർദിച്ച നോമ്പ് മുറിയോന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഛർദിയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷെ വായിൽ കൈയിട്ടോ ഉപ്പുവെള്ളം കുടിച്ചിട്ടോ ഒക്കെ പലർക്കും ഛർദി ഉണ്ടാക്കാറുണ്ടല്ലോ. ഉപ്പുവെള്ളം ഏതായാലും കുടിക്കൂല നിൽക്കുക, എന്തെങ്കിലും നിലക്ക് ഛർദി ഉണ്ടാക്കാൻ ശ്രമിച്ച് അങ്ങനെ ഛർദി ഉണ്ടാക്കിയാൽ നോമ്പ് മുറിയും. അതങ്ങനെ തന്നെ ഹദീസിലുണ്ട്. ആരെങ്കിലും ഛർദി കീഴ്പ്പെടുത്തി കളഞ്ഞാൽ ഫലൈസ അലൈഹി ഖളാഉൻ, അയാൾ നോമ്പ് മുറിയില്ല, ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുമില്ല. വമനിസ്തഖാ, ആരെങ്കിലും ഛർദി ഉണ്ടാക്കിയാൽ നോമ്പ് മുറിയും, ഫൽയഖ്ലി, അയാൾ ഖളാ വിട്ടട്ടെ. ഇത് വ്യക്തമായി ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട്. ഇനി മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്താലോ, അതിനെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അയാളുടെ നോമ്പ് പൂർത്തിയാക്കട്ടെ. ഇദാ നസിയ ഫഅകല വശരിബ ഫൽയുതിമ്മ സൗമഹു ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു, അല്ലാഹുവാണ് അവനെ തീറ്റിച്ചതും കുടിപ്പിച്ചതും എന്ന് പറഞ്ഞ തിന്നാനും കുടിക്കാനുള്ള പ്രകൃതി അവന് നൽകിയത് യഥാർത്ഥത്തിൽ അല്ലാഹുവാണ്. അതുകൊണ്ടാണ് അവൻ അറിയാതെ തിന്നതും കുടിച്ചതും. അതുകൊണ്ട് മറവി പറ്റിയതിന്റെ പേരിൽ അയാളെ ശിക്ഷിക്കുകയില്ല. കാരണം ഇന്നല്ലാഹ വലഅ ഉമ്മത്തി അൽ ഖതഅ വൻ നിസ്യാൻ വമസ്തുക്രിഹു അലൈഹി, അല്ലാഹു തന്റെ സമുദായത്തിൽ നിന്നും അബദ്ധവും മറവിയും അതിന്റെ കുറ്റത്തും അല്ലാഹു ഇളവ് കൊടുത്തിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലെ നിർബന്ധിക്കപ്പെട്ടതിൽ നിന്നും ബലാത്കാരമായി പിടിച്ചിട്ട് അന്റെ നോമ്പും ഞങ്ങൾ ശരിയാക്കാം, പിടിച്ചണ രണ്ട് കൈയും, പൊളിക്കണ വായ, തിരികണ ഒരു പഴം, അങ്ങനെ തിരികെ അങ്ങോട്ട് ചങ്ക് പിടിച്ചാണ്ട് ഇറക്കി നോമ്പ് മുറിയോ? മുറിയില്ല. ഒരാൾ ബലാത്കാരമായി പിടിച്ചിട്ട് വായില് ഭക്ഷണം ഇട്ട് തന്നിട്ട് നിർബന്ധിച്ച് വായിലേക്ക് ഇറക്കിച്ചാൽ നമുക്കൊരിക്കലും നോമ്പ് മുറിയുന്നതല്ല. ഇതെല്ലാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്ന മസ്അലകളാണ്. നമ്മുടെ നാട്ടിലുള്ള വേറെ ചില തെറ്റിദ്ധാരണകൾ, സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോ രാത്രി പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, റമദാൻ മാസത്തിൽ ഭാര്യാഭർത്തൃബന്ധം പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ചെയ്താൽ തന്നെ എന്തോ ഒരു കുറ്റബോധം, റമദാൻ മാസത്തിലും കൂടി ഇങ്ങനെ ചെയ്തു പോയല്ലേ നമ്മള്. ഒരു കുറ്റമല്ല, ഖുർആനിൽ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും അവരത് ലംഘിക്കുകയും ചെയ്യും. എന്നിട്ട് അവർക്ക് തന്നെ ഒരു കുറ്റബോധം, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തല്ലോ. അതിനെക്കുറിച്ചൊക്കെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. വഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫതു ഇലാ നിസായിക്കും, നിങ്ങൾക്ക് നോമ്പിന്റെ രാത്രിയിൽ നിങ്ങളെ ഭാര്യമാരുമായുള്ള സംസർഗം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? അതിന് കാരണം പറഞ്ഞ ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുൻ, അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തെ വളരെ മാന്യമായി ചിത്രീകരിച്ചൊരു വാചകമാണത്. പുരുഷൻ സ്ത്രീക്കും സ്ത്രീ പുരുഷനും വസ്ത്രതുല്യമാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് വിഷമം വേണ്ട. നിങ്ങളെ തന്നെ വഞ്ചിച്ചിരുന്നു എന്ന കാര്യം അള്ളാഹു അറിയുന്നുണ്ട്. എന്താ വഞ്ചന? ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കും, എന്നിട്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒരു മനസ്താപം, അത് വേണ്ടതില്ല എന്ന് ഖുർആൻ തിരുത്തി കൊടുത്തു. ഇനി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ജനാബത്ത് കുളിച്ചിരിക്കണം എന്ന് വിചാരിച്ചിട്ട് പായുന്നത് കാണാം ചില ആളുകള്. അത്താഴത്തിന് എണീറ്റു, പടച്ചോനെ ഇനിയിപ്പൊ ചോറും തിന്നണം, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുളിക്കും വേണം, എന്താ ഇപ്പൊ ചെയ്യാൻ? ഒരു പ്രശ്നമല്ല, ബാങ്ക് കൊടുത്തതിന് ശേഷം കുളിച്ചാൽ മതി. സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിക്കണമെന്നേ ഉള്ളൂ. നല്ലോണം മനസ്സിലാക്കിക്കോളി. ഇപ്പോഴും പല ആളുകളും തെറ്റിദ്ധാരണ ഉണ്ടത്, ബാങ്ക് കൊടുത്തു പോയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ ജനാബത്ത് ഉണ്ടാക്കാൻ പാടില്ല എന്ന് മാത്രം, അതോടെ നോമ്പ് പാത്തിലായി പോവും. അതിന് മുമ്പ് രാത്രി ഉണ്ടായ ജനാബത്ത് കുളിച്ചിട്ടില്ല എങ്കിൽ സുബഹി ബാങ്ക് കൊടുത്തോട്ടെ, നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നബിയുടെ പത്നിമാർ, ആദ്യ ഹദീസുൽ ആയിഷ റളിയല്ലാഹു അൻഹയും ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയും പറഞ്ഞിട്ടുണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസ്ബിഹു ജുനുബാ, അല്ലാഹുവിന്റെ റസൂൽ ജനാബത്തുകാരനായി സുബഹിയിൽ പ്രവേശിക്കാറുണ്ട്, സുബഹിന്റെ സമയത്തിൽ പ്രവേശിക്കാറുണ്ട്. മിൻ ജിമാഇൻ ഗൈരി ഇഹ്തിലാമിൻ, ഭാര്യാഭർത്തൃബന്ധം കൊണ്ട് തന്നെ, അല്ല സ്വപ്നസ്ഖലനം പോലെയുള്ള സ്ഖലനം കൊണ്ടൊന്നുമല്ല. സുമ്മ യസൂമു ഫി റമളാൻ, എന്നിട്ട് നബി കുളിച്ച് സുബഹി നിസ്കരിച്ച് നോമ്പ് തുടരാറുണ്ട്. അപ്പോ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുളിക്കണം എന്നില്ല, നബി അങ്ങനെ കുളിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. ആളുകളുടെ തെറ്റിദ്ധാരണയാണ്, സുബഹി നിസ്കരിക്കും മുമ്പ് കുളിക്കണം എന്നേ ഉള്ളൂ. അതേ സമയത്ത് പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലോ കഠിനമായ തെറ്റാണത്. അയാളുടെ നോമ്പ് ബാത്തിലാവുമെന്ന് മാത്രമല്ല, അയാൾ പശ്ചാത്താപപൂർവം ആ നോമ്പ് നോറ്റ് വീട്ടുന്നതോടൊപ്പം ഒരു ഫൈന് കൊടുക്കണം, ഒരു കഫാറത്ത് കൊടുക്കണം. എന്താ പ്രായശ്ചിത്തം? ഒരടിമയെ മോചിപ്പിക്കണം. അടിമല്ലാത്ത സ്ഥലത്താണെങ്കിലോ 60 ദിവസം തുടർച്ചയായി, അതായത് 60 ദിവസം എന്നല്ല, 2 മാസം, 2 ഹിജ്റ മാസം
തുടർച്ചയായി നോമ്പ് നോൽക്കണം. ചിലപ്പോൾ 29 ഉണ്ടാവും, ചിലപ്പോൾ 30 ഉണ്ടാവും. അങ്ങനെയുള്ള അറബി മാസം തുടർച്ചയായി എന്ന് പറയാൻ കാരണം ഇടയിൽ ഒരു ദിവസം വിട്ടുപോയാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് 60 ഇഞ്ഞ പൂതി ഉണ്ടാകരുത്. ആ നിലക്കുള്ള ഫൈന അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചിട്ടുള്ളത്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം. അതിന് സാധിക്കാത്തവനാണെങ്കിൽ 60 മിസ്കീന് ഭക്ഷണം കൊടുക്കണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. അതുകൊണ്ട് പകൽ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടുന്നത് വളരെ വലിയ കുറ്റമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ചുംബിച്ചതായും ആലിംഗനം ചെയ്തതായും ഒക്കെ ഹദീസിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വഹുവ സായിമുൻ, നോമ്പുകാരനായിരിക്കെ നബി ഭാര്യമാരെ ചുംബിക്കാറുണ്ട്. പക്ഷെ അത് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ചോദിക്കുന്നു, വഅയ്യുക്കും യംലികു ഇർബഹു കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംലികു ഇർബഹു, തന്റെ ലൈംഗിക ആവശ്യങ്ങളെ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളെ ലൈംഗിക വികാരത്തെ അള്ളാഹുവിന്റെ റസൂലിന് പിടിച്ചു നിർത്താനും നിയന്ത്രിക്കാനും കഴിയുന്നത് പോലെ നിങ്ങളിൽ ആർക്ക് സാധിക്കും? അതുപോലെ തന്നെ ആലിംഗനം ചെയ്യുന്നതിനെ സംബന്ധിച്ച് കാന യുഖബ്ബിലു വഹുവ സായിമുൻ വയുബാശിറു വഹുവ സായിമുൻ വകാന അംലകുഹും ലിഇർബിഹി, നബി ഭാര്യമാരെ ചുംബിക്കാറുണ്ട്, ആലിംഗനം ചെയ്യാറുണ്ട്. വകാന അംലകുഹും ലിഇർബിഹി, തന്റെ വികാരത്തെ അങ്ങേയറ്റം നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? നബി ഇതൊക്കെ ചെയ്യണം 50 കഴിഞ്ഞതിന് ശേഷം. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് പറയുന്നത്, നബിക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് 55-ാം വയസ്സിലല്ലേ റമളാൻ നോമ്പ്. അപ്പൊ അതിനുശേഷമുള്ള ആളാണ്. ഒരിക്കൽ ഒരാൾ വന്നിട്ട് ഭാര്യയെ ചുംബിക്കാൻ അനുവാദം ചോദിച്ചപ്പോ നബി അനുവാദം കൊടുത്തു. ഒരാൾ വന്ന് ചോദിച്ചപ്പോ കൊടുത്തില്ല. അനുവാദം കൊടുക്കാത്ത ചെറുപ്പക്കാരനാണ്. ചുംബിക്കണ്ടാറുണ്ട്. കാരണം അത് ചുംബനം കൊണ്ട് ചിലപ്പോൾ നിന്നോളണമെന്നില്ല, അതിനപ്പുറത്തേക്ക് പോകും, നോമ്പ് ബാത്തിലായി പോകും. അതുകൊണ്ട് അനുവാദം കൊടുത്തില്ല. പ്രായമുള്ള ആൾ ചോദിച്ചപ്പോ അതിന് അല്ലാഹുവിന്റെ റസൂൽ അനുവാദം കൊടുത്തു എന്നും ഹദീസിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഒരാളങ്ങ് ഭാര്യയെ ചുംബിച്ചു പോയത് കൊണ്ട് നോമ്പ് ബാത്തിലായി പോയി എന്നൊന്നും വിചാരിക്കണ്ട, അതിനപ്പുറത്തേക്ക് കടക്കാഞ്ഞാ മതി എന്ന് മാത്രം. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഭാര്യയെ ചുംബിച്ചു പോയി, എന്നിട്ട് വലിയ കുറ്റം ചെയ്തു എന്ന രൂപത്തിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഇങ്ങനെ നോമ്പുകാരനായിരിക്കെ പകൽ സമയം ഭാര്യയെ ചുംബിച്ചു പോയി. അപ്പൊ നബി ചോദിച്ചു, നിങ്ങൾ വായിൽ വെള്ളം എടുത്ത് കൊപ്പിളിക്കാറില്ലേ നോമ്പുകാരനൊക്കെ? അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമില്ലല്ലോ. അതുപോലെ തന്നെ ഉള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂല് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പൊ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നവർ മാത്രമേ അതിന് മുതിരാവൂ. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നില്ല, പിന്നെ അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ് എന്ന് പറയാൻ നിൽക്കണ്ട. അതിന് കഴിയാത്തവർ ചുംബിക്കാനും ആലിംഗനം ചെയ്യാനും ഒക്കെ നിൽക്കാതിരിക്കുകയാണ് നല്ലത്. സ്വന്തം റസൂലുള്ളാഹ് തന്റെ വികാരത്തെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്ന ആളായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഒപ്പം തന്നെ പറയുന്നത് അതിന് കഴിയുന്നവൻ ഇതിന് മുതിർന്നാൽ മതി എന്ന സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയോന്ന് ഇപ്പോഴും ചോദിക്കും ചില ആളുകള്. രോഗമുള്ളവർക്ക് വലിയ രോഗമാണെങ്കിൽ അയാൾക്ക് നോമ്പ് വിടാം, പിന്നെ നോറ്റ് വീട്ടിയാൽ മതി, അതുണ്ടല്ലോ നിയമം. പക്ഷേ നോമ്പ് വിടാൻ മാത്രമുള്ള രോഗമൊന്നുമില്ല, ഒരു ഇഞ്ചക്ഷൻ അടിച്ചാൽ മതി. മരുന്നാണ് കുത്തിവെക്കുന്നതെങ്കിൽ അതുകൊണ്ട് ശരീരത്തിന് ഗ്ലൂക്കോസ് പോലത്തെ ഗ്ലൂക്കോസ് ഒക്കെ കുത്തിവെച്ചാൽ നല്ല സുഖല്ലേ, ഒരു ഭക്ഷണവും കഴിക്കേണ്ടതില്ല, ഒരു അര ബോട്ടല് അങ്ങോട്ട് കയറ്റിയാൽ അങ്ങനത്തെ ഇഞ്ചക്ഷൻ ആണോ അത് നോമ്പ് മുറിയുന്നതാണ്. അതല്ലാത്ത വെറും മരുന്ന് മാത്രം കുത്തിവെക്കുക, ഒരു പല്ല് പറിക്കണം അപ്പൊ അതിന് പല്ലൊന്ന് തരിപ്പിക്കണം, അതിനൊരു ഇഞ്ചക്ഷൻ, അങ്ങനത്തെ ഇഞ്ചക്ഷൻ ഒക്കെ ആയാൽ അതുകൊണ്ട് കുഴപ്പമില്ല. രക്തം എടുക്കണം, കുറച്ച് രക്തം പരിശോധിക്കാൻ വേണ്ടി രക്തം എടുത്തു, അല്ലെങ്കിൽ കുറച്ച് രക്തം കയറ്റി, ഇതുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ എന്തില്ല, നോമ്പ് മുറിയുന്നില്ല. കാരണം ഇതൊന്നും ആമാശയവുമായി ബന്ധപ്പെട്ട വിശപ്പിന് പരിഹാരമാകുന്ന കാര്യങ്ങളല്ല. വിശപ്പിന് പരിഹാരമാകുന്ന തരത്തിലുള്ള പോഷണം നൽകുന്ന തരത്തിലുള്ള ഇഞ്ചക്ഷനാണോ അത് ഒരിക്കലും പാടില്ലാത്തതാണ്. പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ ഭക്ഷണം രുചിച്ചു നോക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. രുചിച്ചു നോക്കാം, പക്ഷേ തൊണ്ടയിലേക്ക് എത്തൂലെന്ന് ഉറപ്പ് വേണം. തോവുകൊണ്ട് തൊട്ടിട്ട് പിന്നെ നൊട്ടി നുണഞ്ഞങ്ങ് ഇറക്കി പോയരുത്, അത് തുപ്പിക്കളയണം. അത്രമാണെങ്കിൽ ആ ഒരു പരിധിയിൽ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി നോമ്പിനെ സംബന്ധിച്ചുള്ള മറ്റൊരു തെറ്റിദ്ധാരണ, പട്ടിണി പരിശീലിപ്പിക്കാനാണ് പരിശുദ്ധ റമളാൻ നിശ്ചയിക്കപ്പെട്ടുള്ളത് എന്ന് ഇപ്പോഴും പല ആളുകൾക്കും പ്രസംഗിക്കാറുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള മേഖലകളിലൂടെ മുസ്ലിം സമുദായത്തിന് കടന്നു പോകേണ്ടി വന്നേക്കാം. അത്തരം ഘട്ടങ്ങളിലൊക്കെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ മുസ്ലിം സമൂഹത്തെ പരിപക്വമാക്കി തീർക്കുവാനുള്ള ഒരു ട്രെയിനിങ് ആകുന്നു നോമ്പ്. അങ്ങനെ പട്ടിണി പരിശീലിപ്പിച്ച് വേണ്ടി വന്നാൽ പട്ടിണി കിടക്കാനും സാധിക്കണം എന്നതാണ് നോമ്പിന്റെ ഉദ്ദേശം എന്ന്
ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. നോമ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് അള്ളാഹും റസൂലും പറഞ്ഞത് മാത്രമേ നമ്മൾ ലക്ഷ്യമായി കാണാൻ പാടുള്ളൂ. ഏതൊരു ഇബാദത്ത് കൊണ്ടും ഭൗതികമായി പല നേട്ടം ഉണ്ടാകും. പക്ഷെ അത് നിയ്യത്താക്കിയാൽ അതിന്റെ ആത്മീയ വശം ചോർന്നു പോകും, പരലോകത്ത് കൂലി ഇല്ലാതാവും. ഇപ്പൊ നിസ്കാരം കൊണ്ട് പല ശാരീരിക നേട്ടങ്ങളുണ്ട്. നല്ലൊരു വ്യായാമ നിസ്കാരം അല്ലേ? സുബൈക്കൊക്കെ നീച്ചിട്ട് നിസ്കരിച്ച് ദീർഘമായി നിസ്കരിച്ചാൽ ഒന്നുമൊക്കെ എടുത്താൽ ഒരു ചെറിയ വ്യായാമം കിട്ടും. ശരിയാണ്. സുജൂദിൽ കിടന്നാൽ നല്ല രക്തസഞ്ചാരം തലയിലൊക്കെ ഉണ്ടാവും. അതിനെപ്പറ്റിയൊക്കെ പല ആളും പല പഠനവും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഞാൻ നല്ല ഒരു ഇതിന് നിൽക്കുകയാണ്, വ്യായാമത്തിന് നിൽക്കുകയാണ് എന്ന നിയ്യത്തിലായാലോ മൗദൂദിക്ക് പറ്റിയ തെറ്റതാണല്ലോ. മൗദൂദ് ഇതിനൊക്കെ പട്ടാളച്ചിട്ടയായി വ്യാഖ്യാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു നിശ്ചിത പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഭരണം ഏറ്റെടുക്കുവാൻ വേണ്ടി സമൂഹത്തെ പരിപക്വമാക്കി തീർക്കുന്ന ഇബാദത്താകുന്നു അത്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ബാങ്കും ഇക്കാമത്തൊക്കെ കമാൻഡർ വിസിലാണ്. ലെഫ്റ്റ് റൈറ്റ് അപ്പൊ നിന്നു. അങ്ങനെ മൂപ്പര് നിസ്കാരത്തെ കുറിച്ചൊക്കെ വിശദീകരിച്ച്. അപ്പൊ നോമ്പിന്റെ നിസ്കാരത്തിനും ഹജ്ജിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഭൗതികമായ നേട്ടങ്ങൾ ലഭിച്ചേക്കാം. പക്ഷെ ഒരാൾ നിയ്യത്താക്കാൻ പാടില്ല. നിയ്യത്ത് പരലോകത്തെ ഗുണമായിരിക്കണം. അതുകൊണ്ടാണ് നോമ്പിനെ സംബന്ധിച്ച് പട്ടിണി പരിശീലിക്കുക എന്ന നിയ്യത്ത് മനസ്സിൽ വെക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോമ്പ് നിർബന്ധമാക്കിയത് മദീനയിൽ വെച്ചാ. പട്ടിണി പരിശീലിപ്പിക്കലാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ മക്കത്തുനിന്നാ അത് നിർബന്ധാക്കേണ്ടിയത്. കാരണം ഏതായാലും പട്ടിണിയാ നബിക്കും സഹാബത്തിനും. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ റസൂലുള്ളാഹിക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് മദീനയിൽ വെച്ചാണ് എന്നത് തന്നെ നോമ്പിന്റെ ഉദ്ദേശം പട്ടിണി പരിശീലിപ്പിക്കലല്ല എന്നതിന്റെ സൂചനയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്താലും നോമ്പ് മുറിയുകയില്ല എന്ന് പറഞ്ഞതിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം? പട്ടിണി പരിശീലിപ്പിക്കൽ ഉദ്ദേശമില്ല. കാരണം മറന്നു തിന്നാലും മറന്നു കുടിച്ചാലും യഥാർത്ഥത്തിൽ വിശപ്പ് മാറുമല്ലോ. വിശപ്പ് സഹിപ്പിക്കലാണ് ഉദ്ദേശമെങ്കിൽ മറന്നുകൊണ്ടുള്ള തീറ്റയും കുടികൊണ്ടും നോമ്പ് മുറിയും എന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ പട്ടിണി പരിശീലിപ്പിക്കൽ ഉദ്ദേശമായിരുന്നുവെങ്കിൽ അത്താഴത്തെ സംബന്ധിച്ച് എന്താ പറയേണ്ടത്? കഴിയുന്നതും അത്താഴം ഒഴിവാക്കണം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. കാരണം എന്താ? ആദ്യകാലത്ത് അങ്ങനെയാണ്. നോമ്പ് നിശ്ചയിക്കപ്പെട്ട ആദ്യകാലത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് രാത്രിയെ കഴിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ആദ്യകാലത്ത് നോമ്പുണ്ടായിരുന്നത്. പിന്നീടാണ് ആ നിയമം മാറ്റി അത്താഴം കഴിക്കണം എന്ന നിയമം അള്ളാഹു കൊണ്ടുവന്നത്. അപ്പൊ നോമ്പിനെ സംബന്ധിച്ച് നോമ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അത്താഴത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. തസഹറു ഫഇന്ന ഫി സഹൂരി ബർക്കത്തൻ. നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ അനുഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. മറ്റൊരു ഹദീസിൽ അസ്സഹൂർ ബർക്കത്തുൻ, അത്താഴം ഒരു അനുഗ്രഹമാണ്. ഫലാ തദഉഹു, അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കരുത്. വലൗ അൻ യജ്റ അഹദുക്കും ജുർഅതൻ മിമ്മാഇൻ, ഒരു ഉറക്ക് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അത്താഴമാക്കണം. ഫഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, അല്ലാഹു അത്താഴം കഴിക്കുന്നവർ അനുഗ്രഹിക്കുന്നു, മലക്കുകൾ അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് അൽ ഗദാഉൽ മുബാറക്, അനുഗ്രഹീത ഭക്ഷണം ഇങ്ങ് കൊണ്ടുവാ എന്ന അത്താഴത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അത്താഴം കൊണ്ട് നോമ്പുകാരന് ഉന്മേഷം ലഭിക്കുന്നു, നോമ്പിന് ശക്തി ലഭിക്കുന്നു. അതുകൊണ്ട് അത്താഴം കഴിക്കണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നിർബന്ധിച്ചിട്ടുള്ളത്. ഇപ്പൊ ചില ആളുകളുടെയൊക്കെ പ്രസംഗം കേട്ടാല് കഴിയുന്നതും അത്താഴം ഒഴിവാക്കുകയാണ് നല്ലത് എന്ന് തോന്നിപ്പോകും. ചില ആളുകളൊക്കെ അങ്ങനെയും പറയാറുണ്ട്. ഞാൻ അങ്ങനെ അത്താഴത്തിനൊന്നും എണീക്കല്ല, ഞാനൊരു 12-12:30 നല്ലോണം തിന്നങ്ങോട്ട് കിടക്കും. എന്നിട്ട് നോമ്പ് തുറക്കാൻ നേരത്തെ പറയും, ഇപ്പൊ 5 മണിക്ക് തിന്നല്ലേ, ഞാൻ ഇന്നലെ 12 മണിക്ക് തിന്നതാണ്. അപ്പൊ എന്റെ നോമ്പ് മിടുക്കുള്ള നോമ്പാന്നാ വിചാരം. യഥാർത്ഥത്തിൽ അത് റസൂൽ പഠിപ്പിച്ചതല്ല. ഫസ്ലു മാ ബൈന സുയാമിന വസുയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ. നമ്മുടെ നോമ്പിന്റെയും അഹ്ലുൽ കിതാബിന്റെ ജൂതക്രിസ്ത്യാനികളുടെ നോമ്പിന്റെയും ഇടക്കുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണ്. അപ്പൊ അത്താഴമില്ലാത്ത നോമ്പ് അച്ചായന്റെ നോമ്പാണ്. അള്ളാന്റെ റസൂൽ പറയാണ്, അതുകൊണ്ട് അത്താഴം കഴിക്കണം, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം, കുറച്ച് കാരക്കെങ്കിലും. നിഅമ സഊറുൽ മുഅ്മിനി അത്തംർ, കാരക്ക മുഅ്മിനിന് ഏറ്റവും നല്ല അത്താഴമാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. 1, 3, 5, 7 കാരക്ക തിന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ മതി. എന്തെങ്കിലും ഒന്ന് കഴിക്കണം അത്താഴത്തിന്.
അത്താഴം ഒഴിവാക്കരുതെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അപ്പൊ പട്ടിണി പരിശീലിപ്പിക്കലാണ് നോമ്പിന്റെ ഉദ്ദേശമെങ്കിൽ അത്താഴം ഒഴിവാക്കണം എന്നാ പറയേണ്ടത്. പക്ഷെ അത്താഴം കഴിക്കാൻ നിർബന്ധിക്കാത്തത് എന്ന് മാത്രല്ല, അത്താഴം വളരെ നേരത്തെ കഴിച്ച് ഉറങ്ങുന്ന പതിവാണ് മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ അത്താഴത്തിന് വിളിക്കാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞൂടാ, ചണ്ടൊട്ടിങ്ങനെ നടക്കും ഖലീഫമാര് അല്ലേ, അത്താഴത്തിന് വിളിക്കാൻ വരുന്നോല്. ഞാൻ കൊച്ചിയിൽ വെച്ചാണ് ആദ്യം കണ്ടത്. മട്ടാഞ്ചേരി പോയപ്പോ ആൺകുട്ടി ഒരു പെണ്ണും രണ്ടും ആണുങ്ങളും കൂടി പാട്ടുപാടി ഇങ്ങനെ വരുന്നുണ്ട്. എന്നാ പറ്റക്ക് പിരിയായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ. അപ്പൊ നോക്കുമ്പോ എന്താ, അതെല്ലായിടത്തും പോയിട്ട് അത്താഴത്തിന് വിളിക്കാന്നാ. ഒരു 2:30 മണി 3 മണിയൊക്കെ ആകുമ്പോ ഇങ്ങനെ തുടങ്ങും. 2 മണിക്കോ 1:30 മണിക്കൊക്കെ ചില സ്ഥലം തുടങ്ങുന്നാലും ഒരു തല എത്തണ്ടേ. അങ്ങനെ വളരെ നേരത്തെ തന്നെ അത്താഴം കഴിച്ചിട്ട് കടന്നുറങ്ങും. പല ആൾക്കും സുബയ്യന്നെ ഉണ്ടാവൂല. പഴമക്കാരായ ആളുകൾ പറയും, ഇപ്പോഴത്തെ നോമ്പൊക്കെ എന്ത് നോമ്പാ, സുബൈന്റെ തൊട്ട് മുമ്പ് നല്ലോണം തിന്നു തന്നെ. ഞങ്ങളൊക്കെ കാലത്ത് 12-12:30 അങ്ങ് അത്താഴം കഴിച്ചിട്ട് നേരം വെളുക്കുമ്പോ സുബൈ ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് വയറ് കാലിയായിട്ടുണ്ടാകും. അങ്ങനെ നോമ്പ് വെൽക്കണം, എന്നാലേ നോമ്പാകുള്ളൂ. അത് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. സുബൈന്റെ സമയത്ത് ഭക്ഷണം കഴിച്ചാല് തിരട്ടി മറിച്ചലും അതുപോലെ തന്നെ വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ നേരത്തെ കഴിച്ചോട്ടെ. പക്ഷെ അതാ മിടുക്കുള്ള നോമ്പ് എന്ന് പ്രചരിപ്പിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ അത്താഴത്തിന്റെ സമയം സുബഹിന്റെ തൊട്ടു മുമ്പുള്ള സമയമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. സുബഹി അത്താഴം കഴിച്ചിട്ട് പിന്നെ ഉറങ്ങാതെ നേരെ സുബഹി നിസ്കരിക്കാൻ നബി പോവുക ചെയ്തത്. അതാ ഹദീസിലുള്ളത്. തസഹർനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാമ ഇല സ്വലാത്ത്. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ അത്താഴം കഴിച്ചു, പിന്നീട് നിസ്കരിക്കാൻ വേണ്ടി പോയി. ഖുൽതു കം കാന ബൈനൽ അദാനി വസ്സഹൂർ. സുബഹി ബാങ്കിനും അത്താഴത്തിനുമിടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു? കാല ഖദ്ർ 50 ആയ, 50 ആയത്തോതുന്ന സമയം. 50 ആയത്തോതാൻ ഒരു 10-12 മിനിറ്റ് ഒക്കെ മതിയാവും 50 ആയത്തോതാൻ. സാധാരണയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവതാണ് സുബഹിന്റെ തൊട്ടു മുമ്പ് വരെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സുബഹിന്റെ തൊട്ടു മുമ്പ് അത്താഴം കഴിക്കൽ നിർത്തുക. പക്ഷെ ഒരാളങ്ങ് ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. സാധാരണ അത്താഴത്തിന് എണീക്കുന്ന സമയത്ത് അങ്ങ് ഉറങ്ങിപ്പോയി, ഉണന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴത്തിന് ബാങ്ക് കൊടുത്തു. എന്താ വേണ്ടത്? വായിൽ കൈയിട്ട് ഛർദിക്കണോ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുണ്ടാച്ചോ, അപ്പഴത്തിനും വല്ലാക്ക കൊട്ടിയമ്മലേന്നറിയും. തൊണ്ടൊന്ന് കൊട്ടുമല്ലോ ബാങ്ക് കൊടുക്കാൻ അല്ലെ. അല്ലാഹു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് ഖുറാഫി അല്ലെ, അങ്ങനെ ഒരു സലാത്തനല്ല അവിടെ. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ഇനിയിപ്പോ എന്താ കാട്ടുകന്നാ. ഒന്നുമില്ല, വെള്ളം കുടിച്ചോളിങ്ങള്, പ്രശ്നമില്ല. ഇദാ സമിഅ അഹദുകുമുൻ നിദാ, നിങ്ങളിൽ ഒരാൾ ബാങ്ക് കേട്ടു, ഫൽഇനാഉ അലാ യദിഹി, അവന്റെ അത്താഴത്തിന്റെ ഭക്ഷണപാത്രം അവന്റെ കയ്യിലാണ്. ഫലാ യലഉഹു, അതവൻ താഴെ വെക്കരുത്. ഹത്താ യഖ്ലിയ ഹാജതഹു മിന്നു, അതിൽ നിന്ന് ആവശ്യത്തിന് കഴിക്കുന്നത് വരെ. സാധാരണ നിലക്ക് ബാങ്ക് കൊടുത്തിട്ട് നീറ്റ് കഴിക്കണം എന്നല്ല ഈ പറയുന്നത്. എപ്പോഴെങ്കിലും അങ്ങനെ ആയിപ്പോയാല് ഒന്നിപ്പോ ഇനി നോമ്പ് പോയതന്നെ എന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് കഴിച്ചിട്ട് അന്ന് നോമ്പെടുക്കണം, നോമ്പ് ഒഴിവാക്കരുത്. അള്ളാന്റെ റസൂലാ പറയുന്നത്, നിങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ബാങ്ക് കേട്ടാൽ ആവശ്യത്തിലുള്ളത് കഴിച്ചിട്ട് ഭക്ഷണം പാത്രം താഴെ വെച്ചാൽ മതി. ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ മുസ്ലിയാക്കന്മാര് പറയുന്നത് അത് സുബൈന്റെ ബാങ്കല്ല മൗലവി, അത് തഹജ്ജുദിന്റെ ബാങ്കാണ്. എന്നാൽ ആ ഹദീത്തിന്റെ അവസാനം എന്താ അറിയോ? വകാനൽ മുഅദ്ദിനു യുഅദ്ദിനു ഇദാ ബസഗൽ ഫജ്ർ. മുഅദ്ദിൻ ബാങ്ക് വിളിക്കാറുള്ളത് എപ്പോഴാ? പ്രഭാതം വെളിപ്പെട്ട ശേഷം. പ്രഭാതം വെളിപ്പെട്ട ശേഷം കൊടുക്കുന്ന ബാങ്ക് ഏതാ? തഹജ്ജുദിന്റെ ബാങ്ക അല്ല, സുബഹിന്റെ ബാങ്കാണ്. അപ്പൊ സുബഹിന്റെ ബാങ്ക് തന്നെയാണ് അവിടെ ഉദ്ദേശമെന്ന് ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അത്താഴത്തിന്റെ സമയം സുബഹിന്റെ തൊട്ടു മുമ്പാണ്. നേരത്തെ അത്താഴം കഴിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാമെന്നല്ലാതെ ഹദീസിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് വൈകി അത്താഴം കഴിക്കലാണ്. വേഗം നോമ്പ് തുറക്കുക, വൈകി അത്താഴം കഴിക്കുക, ഇതാണ് പ്രവാചകന്മാരുടെ നടപടിക്രമമെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സുഹൃത്തുക്കളെ, നോമ്പുമായി ബന്ധപ്പെട്ട ചില അനാചാരങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. നോമ്പിന് അത്താഴത്തിന് എണീറ്റാല് ഒരു ചൊല്ലിക്കൊടുക്കലുണ്ട്, നവൈത്തു സൗമഗദിൻ അന്നദായി ഫർള റമളാന ലില്ലാഹി തആല ഫി ഹാദിഹി സന. അതിങ്ങനെ കാരണമൊക്കെ അടിക്കും, ചിലത് നോക്കിയിട്ടാ ചെല്ല. നവൈത്തു, ഞാൻ നിയ്യത്ത് ചെയ്തു എന്നാ ഞാൻ കരുതി. സൗമഗദിൻ, നാളത്തെ നോമ്പ്. അൻ അദായി, അതാ ആയിട്ട് തന്നെ എന്നാ കളായിട്ടല്ല, സമയത്തിന് തന്നെയാണ്. സമയം തെറ്റിയിട്ട് പിന്നെ കള വിട്ടല്ല. അന്നദായി ഫർള റമളാന, റമളാനിലെ ഫർളായ നോമ്പ് ലില്ലാഹി തആല, അള്ളാഹ്ക്കും വേണ്ടി ഫി ഹാദിഹി സനത്തി, ഇക്കൊല്ലത്ത്. ഇത് എവിടുന്ന് കിട്ടിയതാ?
അള്ളാഹുവിന്റെ റസൂല് 8 കൊല്ലത്തോളം റമളാനിൽ നോമ്പ് വെച്ചിട്ട് ഒരൊറ്റ റമളാനിലെങ്കിലും ഈ നബൈത്തു സൗമഗതി എന്നുള്ള ഈ സൗമഗതി ആരെങ്കിലും ചൊല്ലി പറഞ്ഞണോ? ഒരൊറ്റ സഹാബി ചൊല്ലി പറഞ്ഞണോ? ചോദിക്കണങ്ങൾ ഈ മുസ്ലിയാക്കന്മാരോട്. തനിച്ച വിധേയത്താത് ഈ നബൈത്തു സൗമഗതി. നിസ്കരിക്കുമ്പോഴും കണ്ടില്ല നിങ്ങള്? നിസ്കരിക്കാൻ നിന്ന ഉസല്ലി ഫർളുദ്ദുഹരി 4 റക്അത്തിൻ ലില്ലാഹി തആല മുതവജ്ജിലിക ബിൽ അല്ലാഹു അക്ബർ. എവിടെ നീട്ടിയതാ? തനിച്ച വിധേയത്താത്. അള്ളാഹുവിന്റെ റസൂല് 10,000 വക്ത് നിസ്കരിച്ചിട്ട് ഒരൊറ്റ വക്തിനും മുസല്ലി ഫർളുദ്ദുഹരി ചൊല്ലി പറഞ്ഞിട്ടില്ല. ഒരൊറ്റ സഹാബിയും ചൊല്ലി പറഞ്ഞിട്ടില്ല. പിൽക്കാലത്തുണ്ടായതാണ്. കണ്ടോ നിയ്യത്ത് കട്ടിലേന്നാ. നിയ്യത്ത് കട്ടിട്ടില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞ കരുതൽ എന്നർത്ഥം, ചൊല്ലിപ്പറയലെന്നല്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലുകൾ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. അമലുകൾ ചൊല്ലിപ്പറയുന്നതനുസരിച്ചാണല്ല. വൈന്നമാലി കുല്ലിംരിഹിം മാനവ. എല്ലാ മനുഷ്യന്മാർക്കും അവൻ ഉദ്ദേശിച്ചത് കിട്ടും, അവൻ ചൊല്ലിപ്പറഞ്ഞത് കിട്ടുന്നല്ല. അപ്പൊ ചൊല്ലിപ്പറയല് പിൽക്കാലത്തുണ്ടായ ബിദ്അത്താണ്. നോമ്പിലും നിസ്കാരത്തിലും ഹജ്ജിലും ഒന്നും ചൊല്ലിപ്പറയുന്ന ഏർപ്പാടില്ല. നിയ്യത്ത് മനസ്സിൽ കരുതലാണ്. എല്ലാ സൽക്കർമ്മത്തിലും നിയ്യത്ത് വേണം. നമ്മളിപ്പോ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കുകയാണ്. നമ്മളെന്താ, എനിക്ക് പീടികയുടെ വാടകയായി കിട്ടിയ 10,000 സക്കാത്തും തേങ്ങയിൽ നിന്ന് കിട്ടിയ 25,000 സക്കാത്തും ഞാനിതാ നിനക്ക് തരാൻ നിയ്യത്താക്കി, പിടിച്ചോ. ഇങ്ങനെ കൊടുക്കല് എന്താ? അത് പറയണ്ടേ ഖുറാഫി? നിക്കാത്തിനും നോമ്പിനും മാത്രം സക്കാത്ത് കൊടുക്കുമ്പോ പറയണ്ടേ? നിയ്യത്ത് ചൊല്ലി പറയണ്ടേ? സലാം പറയല് നമ്മളെ കടമേ. അപ്പൊ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ നമ്മൾ എന്ത് വേണം? മുസ്ലിം തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറയൽ അള്ളാഹു നിയമമാക്കിയത് കൊണ്ട് ഞാനിതാ നിന്നോട് സലാം പറയുന്നു, അസ്സലാമു അലൈക്കും പറയണ്ടേ? എല്ലാ സൽക്കർമ്മത്തിനും നിയ്യത്ത് വേണമെന്ന് അതീതില്ലടോ. എന്നാ എല്ലാത്തിനും ചൊല്ലിപ്പറയ. എന്റെ നിക്കാരത്തിനും നോമ്പിനും മാത്രമേ ചൊല്ലിപ്പറച്ചില്. അപ്പൊ അത് തനിച്ച ബിദ്അത്താണ്. മാത്രമല്ല നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടായിരിക്കും ഈ ഖുറാഫി വന്നിട്ടുണ്ടാകുക. നമ്മളെടുത്തിട്ടുണ്ട് എന്തെല്ലാം സർക്കസാരിയോ. കാരണം ഫത്വൽ മുഈനിലൊക്കെ പറയണത് നിസ്കാരത്തിന്റെ രൂപം ഒന്ന് മനസ്സിൽ ആദ്യം മുതൽ അവസാനം വരെ മനസ്സിൽ കോലപ്പെടുത്തണം. മാത്രമല്ല ചൊല്ലിപ്പറയുന്ന നിയ്യത്ത് അല്ലാഹു അക്ബർ എന്ന റായിനോട് ഒത്തുവരികയും വേണം. എന്തൊക്കെ വേണം? അല്ലാഹു അക്ബറും പറയണം, നിയ്യത്തും പറയണം. അതിന്റെ ഒപ്പം മനസ്സിൽ നിസ്കാരത്തിന്റെ തക്ബീർ മുതൽ സലാം വരെ ഒന്ന് മനസ്സിൽ കോലപ്പെടുത്തും വേണം. ഈ 3 സർക്കസും കൂടി ഒപ്പം നടക്കുക. അപ്പൊ ഇങ്ങനെ നിന്നിട്ട് കയ്യാണ് താത്തും ചിലപ്പോ ഖുറാഫി. എന്താ അതൊക്കെ പാടെ പിടിച്ചു കിട്ടണ്ടേ? എന്ത് സർക്കസായി ഇതൊക്കെ? നമ്മളെന്താ ചെയ്യണ്ടേ? നമ്മൾ ഖിബലക്ക് നേരെ തിരിഞ്ഞ് വിരലുകളൊക്കെ ഖിബലക്ക് നേരെയാക്കി തല കുനിച്ച് നിന്ന് നിസ്കാരാണെന്ന വിചാരത്തിൽ അല്ലാഹു അക്ബർ, അത്രേ വേണ്ടൂ. അതുപോലെ നോമ്പിന് അത്താഴത്തിന് എണീക്കുമ്പോ നാളെ ഞാൻ നോമ്പെടുക്കുന്നതാണ് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. നോമ്പെടുക്കണോ വിചാരിക്കും. മറ്റേ അമ്മോശാക്കാനെ ബോധ്യപ്പെടുത്താൻ നീച്ചോനും അളിയനെ ബോധ്യപ്പെടുത്താൻ നീച്ചോനും ഒക്കെ ഉണ്ടാവും. അത് ഓന്റെ മനസ്സിൽ അതന്നെ ഉണ്ടാവുള്ളൂ. ബന്ധപ്പെരുന്ന് ചോറുന്നേ ഉണ്ടാവുള്ളൂ. മനസ്സിൽ അതാ ഉണ്ടാകുക. മനസ്സിലായില്ലേ? അപ്പൊ നോമ്പ് നോൽക്കുമ്പോ അത്താഴ സമയത്ത് അത് തീരുമാനമെടുക്കണം. സുന്നത്ത് നോമ്പാണെങ്കിൽ നേരം വെളുത്തിട്ട് തീരുമാനിച്ചാലും മതി. മറ്റത് ഫർള് നോമ്പാണെങ്കിൽ സുബഹിക്ക് മുമ്പ് തന്നെ നാളെ നോമ്പെടുക്കുമ്പോൾ തീരുമാനം മനസ്സിലുണ്ടാകണം. അതാകുന്നു നിയ്യത്ത് എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു ബിദ്അത്ത് ശഅബാൻ 15 ഇപ്പൊ തന്നെ കണ്ടില്ലേ? ഇന്നലത്തെ ചന്ദ്രിക എടുത്ത് നോക്കിയാ ഇന്നലെ ഓഗസ്റ്റ് 7 ബറാത്ത്, ഇന്നിപ്പോ ഓഗസ്റ്റ് 5 ഇന്നലെ പറഞ്ഞത് കണ്ടതായി വിവരം ലഭിക്കാത്തത് കൊണ്ട്, ഇന്നിപ്പോ കണ്ടത് കൊണ്ട്. അപ്പൊ 2 ദിവസത്തെ വ്യത്യാസം എങ്ങനെ വന്നു അതറിഞ്ഞൂടാ. എന്നിട്ടിപ്പോ ഹാലിമാര് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബറാത്ത് രാവ് അത് ശഅബാൻ 15 ഓഗസ്റ്റ് 5 മറ്റേ തങ്ങളും ഈ തങ്ങളും മറ്റേ തങ്ങളും ഒക്കെ പാടുകൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഇന്ന് ചന്ദ്രികയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാസ്തവത്തിൽ ശഅബാൻ 15 എന്തെങ്കിലും ഒരു പ്രത്യേക ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പരിശുദ്ധ ഖുർആനോ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇല്ല എന്നതാണ് വാസ്തവം. ഇല്ല, ഒരു പ്രത്യേകത ശഅബാൻ 15 ഉള്ള ഒരേ ഒരു ഹദീസ് അത് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മളെ നാട്ടിലുള്ള വാദം എന്താ? ശഅബാൻ 15 പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാത്രി ഏതാ? ലൈലത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിലാകുന്നു നാം ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ ഇറക്കിയത്. ലൈലത്തുൽ ഖദ്ർ എന്നാണ്? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയത് റമളാൻ മാസത്തിലാണ്. അപ്പൊ റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദ്റിലാണ്. പക്ഷേ സൂറത്ത് ദുഖാനിൽ ആദ്യത്തെ ആയത്ത് ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. കണ്ടോ?
ഈ ഗ്രന്ഥമാണ് സത്യം, കാര്യങ്ങളെ വ്യക്തമാക്കുന്ന ഈ ഗ്രന്ഥമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു, ഒരു അനുഗ്രഹീതമായ രാത്രിയിലാകുന്നു ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിയത്. ഇന്നാ കുന്നാ മുന്തിരീൻ, നാം മുന്നറിയിപ്പ് നൽകുന്നവരാകുന്നു. ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ യുക്തിമത്തായ കാര്യങ്ങളും അന്ന് വേർതിരിച്ച് വിവരിക്കപ്പെടുന്നതാണ്. ഈ പറഞ്ഞ ലൈലത്തുൽ മുബാറക്കത്ത് കൊണ്ട് ഉദ്ദേശം ശഅബാൻ 15 എന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ ലൈലത്തുൽ ഖദ്ർ അത് തന്നെയാകുന്നു ലൈലത്തുൽ മുബാറക്കത്ത്. അത് രണ്ടും റമളാനിലാകുന്നു. ഒരു രാത്രിയുടെ 2 പേരാണ് ലൈലത്തുൽ ഖദ്റും ലൈലത്തുൽ മുബാറക്കത്തും. തൊബരിയിൽ തന്നെ കാണാം വൗലൽ ഖൗലൈനി ഫീ ദാലിക ബിസ്സവാബ് ഖൗലു മൻ ഖാൽ ദാലിക ലൈലത്തുൽ ഖദ്ർ ലിമാ തഖദ്ദമ മിൻ ബയാനിന അൻ അന്നൽ മഅനിയ ബിഖൗലിഹി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ലൈലത്തുൽ ഖദ്ർ. കണ്ടോ, 2 അഭിപ്രായം. ഒരഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇക്രിമയുടെ ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. ആ അഭിപ്രായമല്ല ശരിയായ അഭിപ്രായം ലൈലത്തുൽ ഖദ്ർ ആകുന്നു ഇവിടെ ലൈലത്തുൽ മുബാറക്കത്ത് കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞ അഭിപ്രായമാണ് ശരി. അത് തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിം പറഞ്ഞു, യഖൂലു തആല മുഖ്ബിറൻ അനിൽ ഖുർആനിൽ അലീം ഇന്നഹു അൻസലഹു ഫീ ലൈലത്തിൻ മുബാറക വഹിയ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ മുബാറകയിലാണ് ഈ ഖുർആൻ ഇറക്കിയത്, അത് ലൈലത്തുൽ ഖദ്ർ ആകുന്നു. വകാന ദാലിക ഫീ ശഹ്രി റമളാൻ, അത് റമളാൻ മാസത്തിലാണ്. വമൻ ഖാല ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ കമാ റുവിയ ഇക്രിമ ഫലഖദ് അബ്അദ അൻ-നജ്അ. ഇക്രിമയിൽ നിന്ന് വന്നിട്ടുള്ള ദുർബലമായ റിപ്പോർട്ടാണത്, ഒരിക്കലും തന്നെ പ്രബലമായ അഭിപ്രായമല്ലാതെ. അതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഇതുകൊണ്ടുള്ള ഉദ്ദേശം ശഅബാൻ 15 രാത്രിയാകുന്നു എന്ന് പറഞ്ഞവർ അവർ ശരിയായ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയിരിക്കുന്നു. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. റാസി പറഞ്ഞു വഅമ്മൽ ഖായിലൂന ബിഅന്നൽ മുറാദ മിനൽ ലൈലത്തിൽ മുബാറകത്തിൽ മദ്കൂറ ഫി ഹാദിഹിൽ ആയ ഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫമാ റഅയ്തു ലഹും ദലീലൻ യുഅവ്വലു അലൈഹി. ഈ ലൈലത്തുൽ മുബാറകത്ത് കൊണ്ട് ഉദ്ദേശം ശഅബാൻ 15 എന്ന് പറഞ്ഞവർക്ക് അവലംബിക്കാവുന്ന ഒരു തെളിവും ഞാൻ കണ്ടിട്ടില്ല. വഇന്നമാ ഖനഉ ഫീഹി ബിഅന്നഖലുഹു അൻ ബഅദിൻ നാസ്, ചില ആളുകളിൽ നിന്ന് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉദ്ധരിക്കപ്പെട്ടു വന്നതിൽ തൃപ്തിപ്പെടുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഫൈൻ സഹൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി കലാമുൻ ഫലാ മസീദ അലൈഹി, അല്ലാഹുവിന്റെ റസൂലിന് ഈ വിഷയത്തിൽ വല്ലതും സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാൾ അധികം ആർക്കും പറയേണ്ടതില്ല. വൈല്ലാ ഫൽഹഖുഹു അൽ-അവ്വൽ, അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ആദ്യം പറഞ്ഞതാണ് സത്യം. അതായത് ലൈലത്തുൽ മുബാറകത്ത് കൊണ്ട് ഉദ്ദേശം ലൈലത്തുൽ ഖദ്ർ ആണ്. ഇത് റാസിയും ഇബ്നു കസീറും തൊബരിയും മാത്രമല്ല, അത് ഉദാഹരണത്തിന് വേണ്ടി പ്രമുഖരായ 3 മുഫസ്സിറുകൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഖുർത്തുബി, ഇബ്നുൽ ജൗസി, സമഖ്ശരി, ശൗക്കാനി, ഇബ്നു അറബി തുടങ്ങി പള്ളി ദർസിലോതുന്ന സ്വാവി ജമൽ പോലും ഈ വാസവം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ശഅബാൻ 15 ലൈലത്തുൽ മുബാറക് കൊണ്ട് ഉദ്ദേശമെന്ന ഇക്രിമയുടെ ഒറ്റപ്പെട്ട അഭിപ്രായത്തെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണിപ്പോ ബറാത്ത് രാവുകാരുടെ ഒന്നാമത്തെ തെളിവിന്റെ കഥ. ഇപ്പോ തെക്കൻ കേരളത്തിലൊക്കെ വലിയ ആഘോഷ ശഅബാൻ 15 പറഞ്ഞ മുസ്ലിയാക്കന്മാര് ജാഥ വരെ സംഘടിപ്പിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ കൊല്ലത്ത് പോയപ്പോൾ അവിടുത്തെ ആളുകൾ പറയാണ് ശഅബാൻ 15 പാട്ടും പാടിയിട്ട് നമ്മളെ നാട്ടിൽ മീലാദ് ജാഥമായിരി മുസ്ലിയാക്കന്മാർ ജാഥ നയിക്കും. ബറാത്തേ ബർക്കത്തെ സലാമത്തെ റഹ്മത്തെ എന്നിട്ട് ഇങ്ങനെ പാട്ടും പാടിപ്പോവും. പിന്നെ ഇപ്പൊ മുസ്ലിയാക്കന്മാരൊക്കെ മൈക്കിൾ ജാക്സൺ സ്റ്റൈലിലൊക്കെ ചെല്ലുണ്ടാവും. ഇപ്പോ സ്റ്റൈലൊക്കെ മാറ്റിയല്ലോ. വേണ്ടുകയുണ്ടെങ്കിൽ അടുത്ത ആണ്ടിലും കാണാം എന്നിങ്ങനെ പാടി പറഞ്ഞുകൊണ്ട് പോകും. എന്ന് മാത്രല്ല ശഅബാൻ 15 ആയുസിനും ജിസിക്കിനും വേണ്ടി 3 യാസീനോതും. ഈ പാട്ടും പാടി ചെല്ലുന്നവർക്ക് യാക്കവും കൈമടക്കും ഭക്ഷണവും കൊടുക്കും. ഇങ്ങനെയുള്ള ആഘോഷങ്ങള് നമ്മളെ നാട്ടിൽ പിന്നെ ശഅബാൻ 15 പകലൊരു നോമ്പും രാത്രി ചക്കരച്ചോറും. ഖുർആൻ ഇറങ്ങിയ രാത്രി ആഘോഷിക്കുക, നല്ല മധുരം അടിച്ചിട്ട് മയങ്ങി കിടക്കുക. ഖുർആൻ ഇറങ്ങിയുള്ള സന്തോഷം. യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങിയത് റമളാൻ മാസത്തിലാണ്, അത് ലൈലത്തുൽ ഖദ്റിലാണ്, അത് അവസാനത്തെ 10ലാണ് എന്നതാണ് സത്യം. അതിനെപ്പറ്റിയാ ലൈലത്തുൽ മുബാറകത്ത് എന്ന് പറഞ്ഞത്. ഇനി ഇവർ തെളിവാക്കുന്ന ഹദീസ് ഏതാണെന്നറിയോ? ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ശഅബാൻ 15 ആയാൽ അതിന്റെ രാത്രി നിങ്ങൾ നിന്ന് നമസ്കരിക്കണം, പകല് നോമ്പ് നോൽക്കണം. ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ലാ സമാഇ ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യാസ്തമയം മുതൽ ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. അലാ മൻ മുസ്തഗ്ഫിറിൻ ലീ ഫഅഗ്ഫിറ ലഹു അലാ മുസ്തർസിഖുൻ ഫഅർസുഖഹു അലാ മുബ്തലൻ ഫഉആഫിയഹു അലാ കദാ ഹത്താ യത്ലുഅൽ ഫജ്ർ. കണ്ടോ, സൂര്യാസ്തമയം മുതൽ
പ്രഭാതം ഉദിക്കുന്നവരെ അള്ളങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പൊറുക്കലിനെ തേടുന്നവരുണ്ടോ, അവർക്ക് ഞാൻ പൊറത്തു കൊടുക്കും. റിസ്കിനെ ചോദിക്കുന്നവരുണ്ടോ, അവർക്ക് ഞാൻ റിസ്ക് നൽകും. പ്രയാസങ്ങളുള്ളവരുണ്ടോ, അവർക്ക് ഞാൻ വിഷമം തീർക്കും. അങ്ങനെയുള്ളവരുണ്ടോ, ഇങ്ങനെയുള്ളവരുണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോടടുത്ത് ആകാശത്ത് ഇറങ്ങി നിൽക്കുന്ന രാത്രിയാണ് ശഅബാൻ 15 രാവെന്ന് ഈ ദുർബല ഹദീസിൽ പറയാണ്. ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള ഇതിന്റെ സനദ് തന്നെ മൗദൂ ആണ്. 100 റക്അത്ത് നിസ്കാരം അതിപ്പോ ഖുറാഫികളാരും ചെയ്യല്ല, കാരണം വെച്ചാൽ മേക്കടച്ചുള്ള പണിയാണല്ലോ. അതുകൊണ്ട് പകലിലെ ഈ കള്ളനോമ്പ്, റമദാൻ ശഅബാൻ 15 കള്ളനോമ്പ് മാത്രം എടുക്കും, ഒരിക്കലും 100 റക്അത്ത് നിസ്കരിക്കാൻ നിൽക്കാറില്ല. ബൂസീരി തന്നെ സവായിദിൽ പറഞ്ഞു ഇസ്നാദുഹു ലഈഫുൻ ലിൽഅഫി ഇബ്നു അബീ സബറ. ഇതിന്റെ സനദിലുള്ള ഇബ്നു അബീ സബറ ദുർബലനായതിനാൽ ഇതിന്റെ സനദ് ദുർബലമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇബ്നു മഈനും ഒക്കെ അയാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇബ്നു അബീ സബറയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യലഉൽ ഹദീസ്, അയാൾ ഹദീസ് കെട്ടി ഉണ്ടാക്കുന്ന ആളാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ കരുതി കൂട്ടി കളവ് ചമച്ചുണ്ടാക്കി കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞ കള്ള ഹദീസ് ഉണ്ടാക്കുന്ന ആളാണ്. ഇബ്നു റജബ് ലതായിഫുൽ മആരിഫിൽ പറഞ്ഞു ഇസ്നാദുഹു ലഈഫുൻ. അങ്ങനെ മുഹദ്ദിസുകളൊക്കെ ദുർബലമാണെന്ന് രേഖപ്പെടുത്തിയ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശഅബാൻ 15 നോമ്പും ശഅബാൻ 15 രാത്രി നിസ്കാരവും ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. 100 റക്അത്ത് നിസ്കാരത്തെ കുറിച്ചുള്ള ഹദീസ് കേട്ടോളൂ. യാ അലി മൻ സല്ലാ മിഅത റക്അത്തിൻ ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ യഖറഉ ഫീ കുല്ലി റക്അത്തിൻ ബി ഫാത്തിഹത്തിൽ കിതാബ് വഖുൽ അല്ലാഹു 10 മർറാത്തിൻ ഇല്ലാ ഖല്ലല്ലാഹു ലഹു കുല്ല ഹാജ. നീണ്ട ഒരു ഹദീസാ. അത് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞു, അലിയെ, ആരെങ്കിലും ശഅബാൻ 15 രാത്രി ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്തും 10 കുല്ലു ഓതിക്കൊണ്ട് 100 റക്അത്ത് നിസ്കരിച്ചാ അവന്റെ എല്ലാ ആവശ്യം അല്ലാഹു നിറവേറ്റി കൊടുക്കുമെന്ന് നബി പറഞ്ഞു എന്നൊരു കള്ള ഹദീസ് സുയൂത്തി തന്നെ അൽ ആലിൽ മസ്നൂഅ എന്ന ഗ്രന്ഥത്തില് ജോർഖാനിയുടെ റിവായത്തായി കൊടുത്തിട്ടുണ്ട്. ദുർബലമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഷൗക്കാനി തന്റെ ഫവായിദുൽ മജ്മൂഅയിലെ മൗദൂ ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല വഫി അൽഫാലിഹിൽ മുസറഹതി ബിമാ യനാലുഹു ഫായിലുഹാ മിന സവാബി മാ ലാ യംതരി ഇൻസാൻ ലഹു തമീസുൻ ഫി വദഇഹി. ഈ നീണ്ട ഹദീസ് വാറോല ഇതെടുത്തു നോക്കിയാൽ ഇതിൽ പറയുന്ന പ്രതിഫലം തന്നെ വകതിരിവുള്ള ഒരാളും സംശയിക്കൂല. അത് വായിച്ചാൽ ഇത് കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ്. വരിജാലുഹു മജ്ഹൂലൂന വഖദ് റുവിയ മിൻ തരീഖിൻ സാനിയ വസാലിസ കുല്ലുഹാ മൗദൂഅ. രണ്ടും മൂന്നും രണ്ടാമതും മൂന്നാമതും ഒക്കെ സനദുകൾ ഇതിനുണ്ട്, പക്ഷെ എല്ലാം നിർമ്മിത സനദുകളാണ്. വറുവാത്തുഹാ മജാഹിൽ, ഇതിന്റെ റിപ്പോർട്ടർമാർ ഹദീസ് രംഗത്ത് അറിയപ്പെടാത്തവരാണ് എന്ന് പറഞ്ഞ തെളിവിന് കൊള്ളാത്ത ഹദീസാണ്. എല്ലാവരും സഹിയായ ഹദീസിൽ അംഗീകരിക്കേണ്ടത്. എന്നിട്ടും ഇയ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇതെടുത്തു കൊടുത്തതാണ് പലപ്പോഴും പല ആളുകളും ഉദ്ധരിക്കാറുള്ളത്. ഇഹ്യാ ഉലൂമുദ്ദീൻ ഗസാലി കേരളത്തിലെ സമസ്തക്കാർക്ക് തള്ളാൻ വയ്യ. മൂപ്പരി നിസ്കാരത്തിന്റെയും ഈ കള്ളനോമ്പിന്റെ ആളാ. പക്ഷെ പള്ളി ദർസിൽ ഓതുന്ന ഫത്വൽ മുഈൻ പോലും പറഞ്ഞത് എന്താ? അമ്മ സ്വലാത്തുൽ മഅറൂഫത്തു ലൈലത്തുർ റഗായിബി വനിസ്ഫി ശഅബാൻ വയൗമ ആശൂറ ഫബിദഅത്തുൻ കബീഹത്തുൻ വഅഹാദീസുഹാ മൗദൂഅത്തുൻ. കണ്ടോ, അമ്മ സ്വലാത്തുൽ മഅറൂഫ ലൈലത്തുർ റഗായിബ്, റഗായിബ് രാത്രി റജബ് മാസത്തിലാണ്, ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അന്നത്തെ നിസ്കാരം. വനിസ്ഫ ശഅബാൻ, അതുപോലെ തന്നെ നിസ്ഫു ശഅബാൻ ശഅബാൻ 15 നിസ്കാരം, അതുപോലെ ആശുറ ദിവസത്തെ നിസ്കാരം, ഇതെല്ലാം ബിദ്അത്തുൻ കബീഹത്തുൻ വെറുക്കപ്പെട്ട അനാചാരങ്ങളാണ്. വഅഹാദീസുഹാ മൗദൂഅത്തുൻ, അതിന് എടുത്തു കാണിക്കുന്ന ഹദീസുകൾ നിർമ്മിതങ്ങളാകുന്നു. നിസ്കാരല്ലേ, നല്ലതല്ലേ, സുജൂദ് വർദ്ധിപ്പിക്കാൻ റസൂല് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് സൈനുദ്ദീൻ മഖ്ദൂം ഇത് അംഗീകരിച്ചു കൊടുത്തോ? നിങ്ങളിപ്പോ പല ബിദ്അത്തുകളെയും ന്യായീകരിക്കൽ അങ്ങനല്ലേ? എന്നാൽ ഫത്വൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം ഈ നിസ്കാരത്തെ തള്ളി. ഇതിനെ മാത്രമല്ല, ശഅബാൻ 15 100 റക്അത്ത് മാത്രമല്ല, റജബ് 27 നിസ്കാരത്തെ തള്ളി, അതുപോലെ തന്നെ ആശൂറ ദിവസ നിസ്കാരത്തെയും തള്ളി. പക്ഷേ നബാത്തി കുത്തുബിൽ എന്താ പറഞ്ഞറിയോ? അത്നബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വസ്ബിഹി വറഗബ ഫീ ഖിയാമി ലൈലത്തി നിസ്ബിഹി ഫതഅഹബു റഹിമകുമുല്ലാഹു ലിഖസ്ദിഹാ വശമ്മിറു ലിഗ്തിനാമി വിർദിഹാ. അത്നബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വസ്ബിഹി, ശഅബാൻ 15 വർണ്ണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ കള്ള ഹദീസ്. വറഗബ ഫീ ഖിയാമി ലൈലത്തി നിസ്ബിഹി, അതിന്റെ 15 രാവിലെ നിസ്കാരത്തെ കുറിച്ച് റസൂൽ അതിന് വല്ലാതെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മാത്രം അതുകൊണ്ട് ജനങ്ങളെ അത് നേടിയെടുക്കാൻ വേണ്ടി ഒരുങ്ങിക്കോളീൻ. അപ്പൊ എന്തൊരു വൈരുദ്ധ്യം നോക്കിയും. വെള്ളിയാഴ്ച മിമ്പർമ കയറിയിട്ട് അതിന് പോലീസ് ഉണ്ട് എന്ന് പറയാം. അന്ന് രാത്രി കുട്ടികൾക്ക് ഓതിക്കൊടുക്കുക, അത് ബിദ്അത്താകുന്നു, കബീഹത്താകുന്നു.
എന്താ ചെയ്യ? ഇതിലേതാ സത്യം? നിങ്ങൾ പറയണം. ശ്രോതാക്കൾക്കും ശിഷ്യഗണങ്ങൾക്കൊന്നും അറിയില്ലെങ്കിലും ഈ ഓതിക്കൊടുക്കുന്ന മുസ്ലിയാർക്കറിയാലോ നബാത്തി കുത്തുബി പറഞ്ഞതും ഫതുൽ മുഈൻ പറഞ്ഞതും പരസ്പര വൈരുദ്ധ്യാണ്. അപ്പൊ സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശഅബാൻ 15 നോമ്പുമില്ല, നിസ്കാരമില്ല. നിസ്കാരല്ലേ നോമ്പല്ലേ എന്ന് പറഞ്ഞിട്ട് പുതിയത് ഉണ്ടാക്കാൻ പറ്റൂല. മാത്രല്ല സുഹൃത്തുക്കളെ, എല്ലാ മാസത്തിലും 13, 14, 15 നോമ്പുണ്ട് അറബി മാസത്തിൽ. ആ നിലക്ക് ശഅബാൻ 15 എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ശഅബാൻ 15 രാത്രി ഉറങ്ങാതെ ഉറക്കൊഴിച്ചിരിക്കുന്നതിനെ പറ്റിയും കള്ള ഹദീസുണ്ട്. മൻ അഹ്യാ ലൈലത്തൽ ഈദി വലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ ല യമൂത് ഖൽബുഹു യൗമ തമൂതു ഫീഹിൽ ഖുലൂബ്. പെരുന്നാളിന്റെ അന്ന് രാത്രിയും ശഅബാൻ 15 രാത്രിയും അതിനെ ഹയാത്താക്കിയാൽ ഉറങ്ങാതെ ഇരിക്കുക, എന്നാൽ അവന്റെ ഹൃദയം മരിക്കുകയില്ല. ഹൃദയങ്ങളെല്ലാം മരിക്കുന്ന ദിവസത്തിൽ. ഇത് കള്ള ഹദീസാണ്. ഇബ്നു അജൗസി, ദഹബി, ഇബ്നു ഹജർ എല്ലാവരും ഇത് ദുർബലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ബിദ്അത്താണ്. ആ ബിദ്അത്ത് നമ്മൾ ഒഴിവാക്കണം. പിന്നെന്താ ശഅബാനുള്ള പ്രത്യേകത? ശഅബാൻ മാസത്തിൽ അള്ളാന്റെ റസൂല് കൂടുതൽ സുന്നത്ത് നോമ്പ് നോറ്റിരുന്നു. അത് ഹദീസിൽ കാണാൻ സാധിക്കും. കൂടുതൽ റസൂൽ സുന്നത്ത് നോമ്പ് നോറ്റ മാസമാകുന്നു യഥാർത്ഥത്തിൽ ശഅബാൻ മാസം. പിന്നെ ഒരു ഹദീസ് ഉണ്ട്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ 15 രാത്രിയിൽ സൃഷ്ടികളിലേക്ക് എത്തി നോക്കും, എന്നിട്ട് മുശ്രിക്കും മുശാഹിനും അല്ലാത്തവന് പുറത്തു കൊടുക്കും. ആ ഹദീസ് സ്വഹീഹാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ദുർബലമാണെന്ന് പറഞ്ഞവരും ധാരാളമുണ്ട്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുദൈവവാദി. മുശാഹിന് പരസ്പരം പകവെച്ചുകൊണ്ടിരിക്കുന്നവൻ. അപ്പൊ പരസ്പരം പകവെച്ചുകൊണ്ടിരിക്കുന്നവനോ മുശ്രിക്കോ ആകാത്ത എല്ലാവർക്കും പുറത്തു കൊടുക്കും. അപ്പൊ പ്രത്യേക നിസ്കാരോ പ്രത്യേക ദുആ പ്രത്യേക നോമ്പോ ഒന്നുമില്ല. മുശ്രിക്കാകാതിരിക്കണം, മുശാഹിനാകാതിരിക്കണം, എന്നാ അള്ളാഹ് പുറത്തു കൊടുക്കും. ഇതാണ് ആ വിഷയത്തിൽ ആകെപ്പാട് ആറ്റിക്കുറുക്കിയാ കിട്ടുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അന്നൊരു നോമ്പോ അന്നൊരു നിസ്കാരമോ അന്നൊരു പ്രത്യേക ദുആയോ ശഅബാൻ 15 ഇല്ല. സഹിയ ആ ഹദീസ് സഹിയാണെങ്കിൽ അതിന്റെ ഉദ്ദേശം മുശ്രിക്കും മുശാഹിനും അല്ലാതെ ജീവിക്കണം എന്നാണ്. തൗഹീദ് ഉൾക്കൊണ്ടവനായി പകയില്ലാത്തവനായി ശഅബാൻ 15 കഴിച്ചുകൂട്ടിയാൽ ഇൻഷാ അല്ലാഹ് അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് മാത്രമാണ് ശഅബാനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ കാണിച്ചു തന്നിട്ടില്ലാത്ത നിസ്കാരങ്ങളും നോമ്പുകളുമൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് പല ആളുകളും ഇതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹദീസില്ലാത്തതാണ്. പിന്നെ ആ ശഅബാൻ 15 റിസ്ക് കണക്കാക്കും, അതുപോലെ തന്നെ അജല് കണക്കാക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ലൈലത്തുൽ ഖദറിനാ കൂട്ടരെ. ശഅബാൻ 15 അല്ല. ലൈലത്തുൽ ഖദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത വർഷം വരേക്കുള്ള നടക്കുന്നതും നടക്കേണ്ടതുമായ കാര്യങ്ങൾ മലക്കുകളെ അറിയിക്കുമെന്ന് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്ന ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹാബികളും താബീകളുമായ പല സലഫുകളിൽ നിന്നും അത്തരത്തിലുള്ള റിവായത്തുകളും വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടക്കേണ്ട എല്ലാ കാര്യങ്ങളും മുമ്പേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ തീരുമാനങ്ങൾ തൊട്ടടുത്ത വർഷം വരേക്കുള്ള മഴയാകട്ടെ, മരിപ്പിക്കലാകട്ടെ, ജീവിപ്പിക്കലാകട്ടെ, റിസ്കാകട്ടെ, എല്ലാ കാര്യങ്ങളും അതാതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കുന്നത് ലൈലത്തുൽ ഖദറിലായിരിക്കും. അത് റമളാൻ മാസത്തിലല്ലേ, അത് ശഅബാൻ 15 അപ്പൊ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ലൈലത്തുൽ തഖ്ദീർ, അല്ലാഹു താൻ നിർണയിച്ച് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മലക്കൾക്ക് വെളിവാക്കി കൊടുക്കുന്ന രാത്രി എന്ന അർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഖുർആൻ ഇറക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത രാത്രി. ലൈലത്തുൽ തഖ്ദീർ എന്ന ലൈലത്തുൽ ഖദറാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പല ആളുകളും ആയുസിനും റിസ്കിനും വേണ്ടി 3 യാസീൻ ശഅബാൻ 15 ആര് പഠിപ്പിച്ചത്? ആയുസും റിസ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കണക്കാക്കിയതാണ്. അത് മാത്രമല്ല, അത് മലക്കൾക്ക് വിവരിച്ചു കൊടുക്കുക ലൈലത്തുൽ ഖദറിൽ, അത് റമളാനിലുമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ യാസീൻ ഓതി ദ്വാരക്കാൻ ആരെ പറഞ്ഞത്? റസൂല് പറഞ്ഞിട്ടുണ്ടോ? സഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. പിന്നെ ഉള്ളൊന്ന് നനച്ചുകുളി. പടച്ചോനെ നോൽമ്പാ വരുന്ന നനച്ചുളി എന്ന് പറഞ്ഞാ നനച്ചു കുളിക്കുക, വേറൊന്നുമില്ല. വീട്ടിലെല്ലാ കട്ടിലും കിടക്കൊക്കെ പുറത്തെടുത്തിട്ട് ഒക്കെ പാറത്തിന്റെ ഇല കൊടുന്ന് വരുത്തി കഴുകി നിക്കാരക്കുപ്പായൊക്കെ ഒന്ന് തിരുമ്പി ഒന്ന് റെഡിയാകുക നോമ്പിന്. അത് എല്ലാ കാലത്തും വേണ്ടതാ, നനക്കലും കുളിക്കലും ഒക്കെ. ശഅബാൻ മാസത്തിൽ മാത്രം വേണ്ടതല്ല. അങ്ങനെ ഒരു പ്രത്യേക ദിവസത്തിൽ നനച്ചു കുളിക്കുക എന്നുള്ളൊരു ഏർപ്പാട് അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ കാണിച്ചു തരാത്തതും പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ളതുമാണ്. നിസ്കാരക്കുപ്പായം ഈ റമളാൻ സ്പെഷ്യൽ നിസ്കാരക്കാരനില്ല, RSP എന്നാ പറയല്.
റമളാൻ സ്പെഷ്യൽ നിസ്കാരം അത് 27 കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ മടക്കി വെക്കുകയും ചെയ്യും. പിന്നെ അടുത്ത ഷഹബാനിൽ അത് എടുത്തുകാണ്ട് പൊടി തട്ടിയിട്ട് നിസ്കാരക്കുപ്പായം തിരുപ്പുള്ളൂ. ഇങ്ങനത്തെ ഒരു ഏർപ്പാടുകൾ. പിന്നെ നോമ്പ് കാലത്ത് ഓരോ 10നും ഓരോ ദുആ. പള്ളിയിലൊക്കെ എങ്ങനെ ഇരിക്കും? ഒന്നാമത്തെ 10ലെ ദുആ എന്താണ്? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണ കാണിക്കുന്ന റബ്ബേ. രണ്ടാമത്തെ 10ൽ അതുകൊണ്ട് മായിച്ചിട്ട് വേർന്നിരിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. റബ്ബുൽ ആലമീനെ എന്റെ പാപങ്ങളൊക്കെ നീ എനിക്ക് പുറത്തു തരണേ. പിന്നെ മൂന്നാമത്തെ 10ൽ അതും മായിച്ചിട്ട് വേർന്നിരിക്കും. അല്ലാഹുമ്മ ഇഅ്തിഖ്നീ മിനന്നാർ. അല്ലാഹുവേ നീ എന്നെ നരകത്തുനിന്ന് മോചിപ്പിക്കണേ. എന്നിട്ട് തറാവീലടക്കം ഓരോ 2 റക്അത്തിലും ഒരു 3 വട്ടം ആ 10ലെ ദുആ ഏതാണോ അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു പതിവും ചില സ്ഥലത്ത് കണ്ടു കാണും. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഓരോ 10ലും ഇങ്ങനെ ഓരോ ദുആ അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ എങ്ങനെയത് ഉണ്ടായതെന്ന് അറിയങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞൊരു ദുർബല ഹദീസ്, അതായത് ശഅബാൻ മാസത്തിന്റെ അവസാന ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളോട് പ്രസംഗിച്ചു എന്ന് പറയുന്ന സൽമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. യാ അയ്യുഹന്നാസ് ഖദ് അളല്ലക്കും ശഹ്റുൻ അലീമും മുബാറക്. ജനങ്ങളെ, ഇതാ ഒരനുഗ്രഹീത മാസം നിങ്ങൾക്ക് തണലിട്ട് വന്നിരിക്കുന്നു, അതിൽ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളൊരു മാസമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അത് ക്ഷമയുടെ മാസമാണ്. അതുപോലെ തന്നെ മുവാസാത്ത്, പരസ്പരം സാഹോദര്യം കാണിക്കേണ്ട മാസമാണ് എന്നൊക്കെ പറയുന്ന ആ ഹദീസിൽ കാണാം വഹുവ ശഹ്റുൻ, അതൊരു മാസമാണ്. അവ്വലുഹു റഹ്മ, അതിന്റെ ആദ്യം റഹ്മത്താണ്. വഔസതുഹു മഗ്ഫിറ, അതിന്റെ മധ്യം പാപമോചനമാണ്. വാഖിറു ഇത്കും മിനന്നാർ, അതിന്റെ അവസാനം നരകമോചനമാണ്. അപ്പൊ ഇതിനൊപ്പിച്ചുണ്ടാക്കിയതാ അവ്വലുഹു റഹ്മ. അപ്പൊ അല്ലാഹുമ്മർഹംനി ഉണ്ടാക്കി. കണ്ടോ, ആദ്യ മാസം ആദ്യ 10 റഹ്മത്താണ്. അപ്പൊ പടച്ചോന്റെ റഹ്മത്ത് എന്ന് പറയാ. രണ്ടാമത്തെ 10 പൊറുക്കലിത്താണലാണ്, ഔസത്തു മഗ്ഫിറ. അപ്പൊ ഉണ്ടാക്കി അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, അല്ലാഹുവേ പാപം പൊറുക്കണേ. ആഖിറു ഇത്കും മിനന്നാർ, അവസാനത്തെ 10 നരകമോചനമാണ്. അപ്പൊ അല്ലാഹുമ്മ ഇത്ഖിനി മിനന്നാർ. ഇത് മൂന്നും എല്ലാ 10നും ഉണ്ടാവും. റഹ്മത്തും മഗ്ഫിറത്തും ഇത്കും മിനന്നാർ എല്ലാ നോമ്പിനും ഉണ്ടാകും. ഇത് കള്ള ഹദീസാണ്. ഈ കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുക വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, ഇതും പറയലുണ്ട് അല്ലേ. അതും ഈ കള്ള ഹദീസിൽ ഉണ്ടായതാ. കാരണം ഈ കള്ള ഹദീസിന്റെ അവസാനം എന്താ അറിയോ? അമ്മൽ ഹസനത്താനില്ലത്താനി തുർദൂന ബിഹിമാ റബ്ബക്കും. 2 കാര്യങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താം. ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തും പിന്നെ നിങ്ങൾ നടത്തുന്ന പാപമോചന പ്രാർത്ഥനയും. വഅമ്മൽ ഹസനത്താനില്ലത്താൻ ലാ ഗനാബിൻകും അൻഹുമാ, നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വേറെ 2 കാര്യങ്ങളുണ്ട്. അതെന്താണ്? വതസ്അലൂനല്ലാഹൽ ജന്ന, ഒന്ന് അള്ളാഹിനോട് സ്വർഗം ചോദിക്കുക, വതഊദൂന ബിഹി മിനന്നാർ, നരകത്തിൽ അവനോട് രക്ഷയും ചോദിക്കുക. ഈ ദുർബലമായ റിപ്പോർട്ടിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇമാം ഇബ്നു ഖുസൈമ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇൻ സഹൽ ഖബർന, ഈ ഹദീസ് സ്ഥിരപ്പെട്ടാൽ, എന്നാൽ സ്ഥിരപ്പെട്ടു എന്ന് മൂപ്പരിക്കന് ഉറപ്പില്ലാത്തതുകൊണ്ട് മൂപ്പർ അങ്ങനെ കൊടുത്തത്. ബൈഹഖി ഫളായിലുൽ ഔഖാത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അലി ഇബ്നു സയ്യിദ് ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ ദുർബലനെന്ന് ബലഹീനനെന്ന് സ്ഥിരപ്പെട്ട ഒരു റാവിയാണ് ഇതിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഹദീസ് മുൻകറാണ്, അസ്വീകാര്യമാണെന്ന് അബൂ ഹാത്തിമിനെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഹദീസിൽ ഒരുപാട് ആളുകൾ ഈ ഹദീസ് അനുസരിച്ച് പ്രസംഗിക്കലുണ്ട്. അതിൽപ്പെട്ട ഒരു അത് കേട്ടോളി. വമൻ അദ്ദാ ഫീ ഫരീദത്തൻ കാന കമൻ അദ്ദാ 70 ഫരീദത്തൻ ഫീമാ സിവാഹു. റമളാൻ മാസത്തിൽ ഒരു ഫർള് നിർവഹിച്ചാൽ മറ്റ് മാസങ്ങളിൽ 70 ഫർള് നിർവഹിച്ചവനെ പോലെയാണ്. അത് ദുർബല ഹദീസിലുള്ളതാ, സഹിയായ ഹദീസിൽ അങ്ങനെ വന്നിട്ടില്ല. മാത്രല്ല പല ആളുകളും അത് ശരിയാണെന്ന് വിചാരിച്ച് പ്രസംഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകപ്പാടെ സ്ഥിരപ്പെട്ടത് ഏതാണ്? ഒരേ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഏതാണ്? ഈ പറഞ്ഞ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, അതിനാൽ നീ എനിക്ക് മാപ്പ് നൽകണേ. ഇത് മാത്രമാണ് അവസാനത്തെ 10 ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയായി സ്ഥിരപ്പെട്ടിട്ടുള്ളത്. പിന്നെ റജബ് മാസം വന്ന ആളുകൾ തുടങ്ങുന്ന ഒരു പ്രാർത്ഥന നിസ്കാരത്തിന് ശേഷം അല്ലേ, പല പള്ളിയിലും കാണാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് റജബിലും നീ ബർക്കത്ത് ചെയ്യണേ. റമളാനിലേക്ക് വല്യഗന ഞങ്ങളെ നീ എത്തിക്കണേ
റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ. കണ്ടോ, റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ, റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ. രണ്ടായാലും ഈ ഹദീസ് ദുർബലമാണ്. റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യാനും റമളാൻ നമ്മുടെ അടുത്തേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള ദുആ സ്വഹീഹായ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. സായിദത്ത് ബിൻ അബി റഖാദുൽ ബാഹിലി എന്ന് പറയുന്ന ദുർബലനായ റിപ്പോർട്ടറാണ് ഇതിലുള്ളത്. ഇമാം ബുഖാരിയും ഇമാം നസായിയും ഹാഫിദ് ഇബ്നു ഹജറും മറ്റു പലരും ഇദ്ദേഹം ദുർബലനാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യേണ്ട ബാധ്യത നമുക്കില്ല. പിന്നെ റമളാനിൽ കാണുന്ന മറ്റൊരു അനാചാരമാണ് ബദ്രീങ്ങളാണ്ട്, അല്ലെ? റമളാൻ 17-നാണ് ബദർ യുദ്ധം ഉണ്ടായത്. ശരിയാണ്, ബദർ യുദ്ധം ഉണ്ടായതെന്നാ ഹിജറ 2-ാം വർഷം, റസൂൽ വഫാത്തായതെന്നാ ഹിജറ 10-ാം വർഷം. അപ്പൊ 8 ബദരീങ്ങളാണ്ട് കഴിഞ്ഞു പോയി. അള്ളാന്റെ റസൂൽ ഒരു ബദരീങ്ങളാണ്ടെങ്കിലും കൊണ്ടാടിയോ? ഉണ്ടായില്ല. ഞങ്ങൾ ബദരീങ്ങളെ സ്നേഹിക്കല്ലേ? ബദരീങ്ങളെ സ്നേഹിക്കൽ ഇങ്ങനെയാണോ? ആണോ? 313 ബദരീങ്ങളെ പേരെഴുതി വെച്ചാല് ആ വീട്ടിൽ കള്ളം കിടക്കൂല എന്ന് മൗലൂദിന്റെ കിതാബിലുണ്ട്. മാത്രല്ല ബദരീങ്ങളെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തിനാ ബദർ യുദ്ധം ഉണ്ടായത്? ബദർ യുദ്ധം ഉണ്ടായത് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ, അല്ല, ഞങ്ങൾ ഇബ്രാഹിം നബിയോടും പ്രാർത്ഥിക്കും, ഞങ്ങൾ ലാത്തനോടും പ്രാർത്ഥിക്കും, ഹുസനോടും പ്രാർത്ഥിക്കും, അള്ളാഹിനോടും പ്രാർത്ഥിക്കും. ഇതാണല്ലോ ബദർ യുദ്ധത്തിന്റെ മർമ്മം. നിങ്ങള് അള്ളാനെ വിടാതെ മറ്റേ മഹാന്മാരൊക്കെ വിളിച്ചോളി എന്നൊരു പെർമിഷൻ റസൂൽ കൊടുത്തിരുന്നെങ്കിൽ ബദറും മൊയ്തും കന്തക്കും ഖൈബറും ഉണ്ടാവില്ല. അപ്പൊ അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അല്ലല്ലാത്തവരെ പറ്റി നേർച്ച വഴിപാടുകൾ നടത്തുക, അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അബൂജഹലും കൂട്ടരും എന്തുണ്ടായത്? ബദറിൽ യുദ്ധത്തിന് വന്നത്. ബദറിൽ ഷഹീദായ 14 ആളുകൾ, ബദറിൽ പങ്കെടുത്ത റസൂലും 313 സഹാബികളും. പക്ഷേ ബദർ യുദ്ധം നടന്ന് 8 കൊല്ലം അള്ളാന്റെ റസൂൽ ജീവിച്ചിട്ടും ഒരൊറ്റ ബദരീങ്ങളാണ്ടും അള്ളാന്റെ റസൂൽ കൊണ്ടാടിയില്ല. ഈ 8 റമളാനിലും ബദരീങ്ങളെ പേരിൽ ഒരു പ്രത്യേക മൗലിദോ, ഒരു പ്രത്യേക മാലയോ, ഒരു പ്രത്യേക ഭക്ഷണം കൊടുക്കലോ ഉണ്ടായില്ല. ബദരീങ്ങളെ പേരിൽ പോത്ത കറുത്ത് കൊടുക്കുക. ഒളുഹിയത്തിന് ചിലപ്പോൾ പോത്തെടുക്കൂല, പക്ഷെ ബദരീങ്ങളാണ്ടിന് പോത്തെടുക്കും. എന്ന് മാത്രല്ല ശരിക്കും വിളിച്ച് പ്രാർത്ഥിക്കല്ലേ? ആപത്തുകൾ ഇറങ്ങിയവനെ, നാശങ്ങൾ സംഭവിച്ചവനെ, വിഷമകരങ്ങളായ മനോവിഷമം ഉണ്ടായവനെ നീ സഹായം തേടി വിളിച്ചു തേടിക്കോ. ബദർ ശുഹദാക്കളെ, പച്ചയായ ശിർക്കല്ലേ ഇത്? അബൂജഹലും മുത്തുബത്തും ശൈബത്തും ഒക്കെ ഇബ്രാഹിം നബിനെ ഇസ്മായിൽ നബിനെയും വിളിക്കണു, നമ്മൾ ബദരീങ്ങളെ വിളിക്കണു. ഇത് പരിശുദ്ധ റമളാൻ മാസത്തില് നോമ്പ് നോറ്റുകൊണ്ട് ആളുകൾ ചെല്ലുക. അന്തും ലനാ ഹിസ്നുൻ ഹസീൻ മിൻ ശർരി ഇബ്ലീസൽ ലഈൻ വകുല്ലി ബൽവാ വസിനീൻ യാ അഹ്ല ബദരി ശുഹദാ. ബദരീങ്ങളെ, അന്തും ലനാ ഹിസ്നുൻ ഹസീൻ, നിങ്ങൾ ഞങ്ങൾക്ക് ഭദ്രമായൊരു കോട്ടയാണ്. എന്തിൽ നിന്ന്? ശപിക്കപ്പെട്ട ഇബ്ലീസിന്റെ ശർറിൽ നിന്ന്, അതുപോലെ കാലവിപത്തുകളിൽ നിന്നും, അതുപോലെ വറുതി പിടിച്ച വർഷങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങൾക്കുള്ള സംരക്ഷണം നിങ്ങളാണ്. ഇങ്ങനെ ബദർ ബൈത്ത് എന്നും പറഞ്ഞിട്ട് മനാഖിബുൽ ബദരി എന്നും പറഞ്ഞ എന്തൊക്കെയുണ്ട്? തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ അള്ളാഹുലേക്ക് സാമീപ്യം തേടി. അത് സഹിഹായ തവസ്സുല, അള്ളാഹിന്റെ നാമം കൊണ്ട് തവസ്സുലാക്കാം. പിന്നെ റസൂലുള്ളാഹിനെ കൊണ്ട്, റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല. മരിച്ച റസൂലിനെ കൊണ്ട് തവസ്സുലാക്കിയാൽ അത് തെറ്റായ തവസ്സുലാണ്, ബിദ്അത്തായ തവസ്സുലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന എല്ലാവരെ കൊണ്ടും, ബിഅഹ്ലിൽ ബദരി, ബദരീങ്ങളെ കൊണ്ടും. അങ്ങനെ ബദരീങ്ങളെ കൊണ്ടുള്ള തവസ്സുല് ഉണ്ടോ? പിന്നെ ബദർ മാലുണ്ടല്ലോ, പേറ്റുവരുത്തത്തിൽ ചെല്ലുന്നത്. എരമികന്തുള്ള ഫേറ്റുവരുത്തത്തിൽ ഇന്താ സഹാബികൾ ഫേരിനെ ഓതൂകിൽ കുറിമുടിയും മൂനം ഫള്ള തന്നീന്ന് കുട്ടി ഫിറക്കലില്ലാശക്കെന്നോബർ. നല്ല ഗൗരവമുള്ള പേറ്റുവരുത്തത്തിൽ ബദരീകളെ 313 ആള് പേരുള്ള ബദർമാല അങ്ങ് ചൊല്ലിയാൽ കൂറി മുടിയും മുൻ പറഞ്ഞു തീരും മുമ്പ് കുട്ടി പിറക്കലില്ലാശക്ക്, നോ ഡൗട്ട്, പ്രസവിച്ചിരിക്കും, കട്ടായമാണ്. എന്താന്നിട്ട് ഇപ്പത് ചൊല്ലാത്തത്? എന്താ മുസ്ലിയാക്കന്മാരും കൂടി ഡേറ്റ് തെറ്റിയ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകല്ലേ? 10-ാം തീയതി ഡേറ്റ് പറഞ്ഞാൽ 8-ാം തീയതി പായും തലേന്ന് അഡ്മിറ്റിന് പോകല്ലേ?
ഇന്നും വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ബദരീങ്ങളെ പേരും പറഞ്ഞിട്ട് മാലയും മൗലൂദും ആണ്ടുമുണ്ടാക്കി നല്ലെണ്ണം തടിച്ചു കൊഴുക്കാണ്. ഈ പച്ചയായ ബിദ്അത്ത് പരിശുദ്ധ റമളാനിലും നടക്കുന്നു. സഹകരിക്കാൻ പാടില്ല. സഹകരിച്ചാ തെറ്റാണ്. ബിദ്അത്ത് ചെയ്തവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. തൗബയുടെ മാസമാണ് പ്രത്യേകിച്ചും റമളാൻ. ഇന്നല്ലാഹ യഹ്തജറ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ഒരു ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്ത് പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് വരെ അല്ലാഹു അവന്റെ തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു. അല്ലാഹുവേ എനിക്ക് പൊറുക്കണേന്ന് പ്രാർത്ഥിച്ചാൽ ഈ ബിദ്അത്തുകൾ നിയ്യത്ത് ചൊല്ലിപ്പറയലും അതുപോലെ ബദരീങ്ങളാണ്ടും ബദരീങ്ങളെ പേരിൽ ഗോയിയും ബദരീങ്ങളെ പേരിൽ അറിവും ബദരീങ്ങളെ വിളിച്ചു തട്ടതൊക്കെ ഉണ്ടായാൽ ആ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് എത്തുന്നതേ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബദരീങ്ങളാണ്ട് എന്നത് തനിച്ച ബിദ്അത്താണ്. ബദരീങ്ങൾക്ക് വേണ്ടി അറുത്താൽ ആ അറുക്കപ്പെട്ടത് തിന്നാൻ പാടില്ല. അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കിയത് അത് തിന്നാൻ പാടില്ല. പന്നി, അതുപോലെ തന്നെ രക്തം, ശവം അതിൽപ്പെട്ട ഒന്നാണ് അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. പന്നിയിറച്ചി പോലെ ശവം പോലെ നിഷിദ്ധമായതാണ്. നമ്മള് ഇളച്ചം കൊണ്ടുവന്നാ എങ്ങനെ മടക്കുക, അമ്മോശം കൊണ്ടുവന്നാ എങ്ങനെ മടക്കുക എന്നുണ്ട്. പറ്റൂല. ബദരീങ്ങളെ പേരിൽ അർത്ഥം തിന്നാൻ പറ്റൂല. അപ്പൊ സാധാരണക്കാർ പറയും ഞങ്ങൾ ബിസ്മില്ലാ ഇതല്ലേ അറുക്കണ്. ബിസ്മില്ലാത്ത പന്നിനെ കൊണ്ടുവന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് അർത്ഥം തിന്നാൻ പറ്റുമോ? ശവം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് അറക്കാൻ പറ്റുമോ? ബിസ്മി അല്ല എന്നുള്ളതല്ല. ആരെ പേരിലാ നേർച്ച? ബദരീങ്ങളെ പേരിലാ നേർച്ച. മയ്യത്ത് ശൈഖിന്റെ പേരിലാ നേർച്ച. അല്ലാത്തവരെ പേര് നേർച്ചയാക്കിയത് അത് തിന്നാൻ പാടില്ല. അറുത്തവൻ, അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവൻ അറുക്കും മുമ്പ് മുസ്ലിം ആണെങ്കിൽ അറുത്തതോടെ വല്ലാക്ക മുർത്തദ്ദായി. നിങ്ങളെ കിതാബാ പറയുന്നത്. നിങ്ങളെ ഓതിപ്പടിപ്പിക്കുന്ന കിതാബിലാ പറയുന്നത്. വദബീഹത്തുഹു ദബീഹത്തു മുർത്തദ്ദീൻ. അവൻ അറുത്ത സാധനം മുർത്തദ് അറുത്തത് പോലെയാണ്. ഇത്ര വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തനിച്ച ബിദ്അത്തും തനിച്ച ശിർക്കുമാകുന്നു ഇതെല്ലാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ 27-ാം രാവ്, 27-ാം രാവിനെന്താ? അന്നുണ്ടാവും ചക്കരച്ചോറ്. ചക്കരച്ചോറില്ലാത്ത പരിപാടി ഇല്ലല്ലോ നമുക്ക്. 27-ാമത്തെ രാവിനാണ് ആദ്യം ശഅബാൻ 15 കൊണ്ടാടിന്ന് ഖുർആൻ ഇറങ്ങിയ രാത്രി എന്നും പറഞ്ഞിട്ട് പിന്നെ റമളാനിൽ പിന്നെയും കൊണ്ടാടുക. ഒരു രാത്രിയല്ലേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിന് വേറൊന്ന് കണ്ടുപിടിച്ചു. എന്ത്? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ശഅബാൻ 15 ഇറങ്ങി. പിന്നെ റമളാനിൽ പിന്നെ എന്ത് ചെയ്തു? അവിടെ നിന്നിട്ട് കുറേശ്ശായി ഇറങ്ങാൻ തുടങ്ങി. ഇതെല്ലാം ഓരോരുത്തരെ കാലകീലകളാ. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞതല്ല. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞത് റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദ്റിലാകുന്നു ഖുർആൻ ഇറങ്ങിയത്. ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടുണ്ടായതല്ല. ലൈലത്തുൽ ഖദ്ർ എന്ന് ഖുർആൻ ഇറങ്ങുന്നതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി നിയോഗിക്കപ്പെടുന്നതിനും മുമ്പുള്ള പേരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ നിർണയിച്ച് വിവരിച്ചു കൊടുക്കുന്ന രാത്രി. അങ്ങനത്തെ ഒരു മഹത്തായ രാത്രി അള്ളാഹു ഖുർആൻ ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ. അവസാനത്തെ 10 നിങ്ങൾ അതിനെ അന്വേഷിക്കണം. വൽതമിസുഹാ ഫീ കുല്ലി ബിത്രിൻ. അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ അത് അന്വേഷിക്കണം. അപ്പോ 21, 23, 25, 27, 29 ഇതിലേത് രാത്രിയുമാവാം. അതിൽ കുറെ സഹാബികൾ അത് 27 ആകാൻ സാധ്യതയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെയാണെന്ന് തന്നെ വെക്കുക. അന്ന് എന്താ വേണ്ടത്? ഖുർആൻ ഇറങ്ങിയ രാത്രി, ലൈലത്തുൽ ഖദ്ർ എന്ന എല്ലാ വർഷവുമുള്ള രാത്രി, റസൂലുള്ള വരുന്നതിന് മുമ്പും മഹത്വമുള്ള രാത്രി, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പും മഹത്വമുള്ള രാത്രി. ആ ലൈലത്തുൽ ഖദ്റിന് എന്ത് വേണം? അന്ന് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിൽ നിങ്ങൾ നിന്ന് രാത്രി നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ അന്ന് നിസ്കരിക്കാൻ വേണ്ടത് കൂടുതൽ ഓതിക്കൊണ്ട്. അന്ന് നബിയുടെ പതിവെന്താ? ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ അഹ്യാ ശദ്ദ മിസ്റഹു വഅഹ്യാ ലൈലഹു വഅഖല അഹ്ലഹു. അല്ലാഹുവിന്റെ റസൂല് അവസാനത്തെ 10 വന്നു കഴിഞ്ഞാൽ അരയുടുപ്പ് മുറുക്കിയുടുക്കും എന്ന് പറഞ്ഞാ മുണ്ടയിക്കൂല. അതിന് ശാരിഹ്യങ്ങൾ പറയുന്നത് ഭാര്യമാരുമായി ബന്ധപ്പെടൂല. കാരണം ഈത്തികാഫിലല്ലേ, ഈത്തികാഫിലുള്ള ഭാര്യമാരുമായി ബന്ധപ്പെടാൻ പറ്റുമോ? പറ്റും. അതാണ് അതിന്റെ അർത്ഥം. ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കും. അഹ്യാ ലൈലഹു, രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്തുകൾ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇത് ചക്കരച്ചോറാണ് തിന്നിട്ട് 8:30 എശയൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിക്കല, ഒരൊറ്റ ബികല, പനത്തടി വെട്ടിയിട്ട് മതി. കാരണം മധുരം അടിച്ചിട്ടേ. അള്ളാന്റെ റസൂൽ ഖുർആൻ ഇറങ്ങിയ സന്തോഷം കൊണ്ടേ അള്ളാന്റെ റസൂൽ അവസാനത്തെ 10 അഹ്യാ ലൈലഹു, രാത്രി ഉറങ്ങാതെ ഇബാദത്തുകൾ എടുക്കും. വഅഖല അഹ്ലഹു, കുടുംബത്തെ വിളിച്ചുണർത്തും. ആയിഷ
നീക്കളി, അടുത്ത കൊല്ലം ഞാനും ഉണ്ടോന്നറിയില്ല, ഇരുന്ന് സുന്നത്ത് നിസ്കരിക്ക്, പ്രാർത്ഥിക്ക്, പകല് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉറങ്ങാ എന്ന് പറഞ്ഞ് ഭാര്യയെ വിളിച്ചുണർത്തും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിട്ട് ഹദീസിന്റെ കിതാബിലുള്ളത്. നോക്കി നിങ്ങൾ, പതിവുകളൊക്കെ അട്ടിമറിച്ചില്ലേ. എന്നിട്ട് എന്താ, 25 രാവിലെ മാത്രം പ്രത്യേക ചക്കരച്ചോറും അന്നൊരു പ്രത്യേക ആഘോഷവും. ഇതെല്ലാം സുഹൃത്തുക്കളെ തനിച്ച ബിദ്അത്താണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപമുണ്ട്. ഞങ്ങൾ റമദാനില് 23 റക്അത്ത് വെട്ടിക്കുറച്ചു 11 ആക്കി. മുതലാളിമാർക്ക് നല്ല ഡിസ്കൗണ്ട് അപ്പം മുജാഹിദായ. ചില ആളുകൾ പറയാ മുതലാളിമാരൊക്കെ മുജാഹിദാണ്. എന്താ കാരണം? ഓൽക്ക് എല്ലാം ഡിസ്കൗണ്ട് കൊടുക്കും. ഓൽക്ക് ഇതിനൊന്നും നേരില്ലല്ലോ, കച്ചവടം പൈസ ഉണ്ടാക്കലിട്ട് ഓടി നടക്കല്ലേ. അപ്പൊ തറാവി 23 11 മതി, അപ്പൊ ഡിസ്കൗണ്ട്. മയ്യത്തുണ്ടോ ദിക്ർ വേണ്ട ഡിസ്കൗണ്ട്, മൗലൂദ് വേണ്ട, റാത്തീബ് വേണ്ട, അദ്ദാത്ത് വേണ്ട, കുത്തുബിയത്ത് വേണ്ട ഡിസ്കൗണ്ട്, നിസ്കാര ശേഷം കൂട്ടഭാഗത്തിനുണ്ടോ ഡിസ്കൗണ്ട്. അപ്പൊ മുതലാളിമാരൊക്കെ വേഗം മുജാഹിദാവും. ഇതാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഒരു ചെറുപ്പക്കാരനോട് ഒരു മുസ്ലിയാർ ഇത് പറഞ്ഞു, മുസ്ലിയാരെ അതുകൊണ്ടല്ല, അതൊന്നും ഡിസ്കൗണ്ട് അല്ല, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ എക്സ്ട്രാ ഫിറ്റിങ്ങാ, അതുകൊണ്ട് ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. മുജാഹിദാകണമെങ്കിൽ പാവപ്പെട്ടവനോ നിങ്ങൾക്ക് വല്ല സ്വാധീനമുള്ളതാണെങ്കിൽ ഓനങ്ങൾ മൂക്കിൽ ഒലിച്ചാളും, ഓനങ്ങൾ ഭീഷണിപ്പെടുത്തും. ഓന്റെ കുട്ടിനെ വായിക്കുമ്പോ കല്യാണത്തിന് മുസ്ലിയാർ അയച്ചില്ല, റേസ് തരൂല, ഇത് മരിച്ചാൽ എന്താക്കാട്ടെ ഞങ്ങൾക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. മുതലാളിമാരാണെങ്കിൽ പോടാ മുസ്ലിയാരെ എന്ന് പറയും. അതിന് ധൈര്യം കിട്ടണമെങ്കിൽ ധൈര്യമുള്ളത് ഞങ്ങൾക്കാ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുജാഹിദാകാൻ പേടിയില്ലാത്തത്. സാധാരണക്കാർക്ക് ഒരുപാട് ആളെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്. ഓൽക്ക് കമ്മിറ്റിനെയും മൂല്യേറിയും നാട്ടുകാരെയും പേടിയാണ്. കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ആരെയും പേടിക്കേണ്ടതുണ്ടാവില്ല. അതുകൊണ്ടാണ് മുജാഹിദാകാൻ മുതലാളിമാർക്ക് ധൈര്യം കിട്ടുന്നത് എന്ന് ചെറുപ്പക്കാരൻ തിരിച്ചടിച്ചത് ഈ അടുത്ത് ഞാൻ കേൾക്കുണ്ടായി. വാസ്തവത്തിൽ ഇതൊന്നും ഞങ്ങൾ വെട്ടിക്കുറച്ചതല്ല. 23 റക്അത്ത് തറാവീന്റെ കോലപ്പങ്ങക്കറിയില്ലേ, പത്തീനിക്കെന്നിന് പിടിക്കും കുല്ലാദ് റബ്ബിന്നാസിന്റെ അവിടേക്ക്. എന്താ അതിന്റെ കോലം? അല്ലാഹു അക്ബർ എന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജൽ കൈദഹും ഫീ തദീൽ വഅർസല അലൈഹിം തൈറൻ നബാബിൽ തർമീഹിം ബിജാറത്തിൻ മിൻ സിജിൽ ഫജലഹും കഅസ്ഫിൻ അല്ലാഹു അക്ബർ സമിഅല്ലാഹു ലിമൻ. എന്താ നിസ്കാരം? നിങ്ങൾ വെട്ടിക്കുറച്ചു എന്നിട്ട് 23 കഴിഞ്ഞിട്ട് ഞങ്ങളെ 4 റക്അത്ത് അതിന് മുമ്പ് ഖുറാഫി റോട്ടിൽ വന്നിട്ട് പടക്കം പൊടിച്ചനാണ്. എന്താ ബത്തീനിക്കെന്നിന് പിടിച്ചും കുലാദ് റബ്ബിന്നാസിങ്ങൾക്ക്. ഞങ്ങളെ നിസ്കാരത്തിൽ നിന്ന് വന്നു നോക്കളോ, 3/4 മണിക്കൂർ 1 മണിക്കൂർ കുറഞ്ഞ തറാവീഹ് ഉണ്ടാവൂല. വെറും 11 റക്അത്ത്. അപ്പോ ആളുകൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തതല്ല. അള്ളാഹുവിന്റെ റസൂൽ 11 നിസ്കരിച്ചിട്ടുള്ളൂ. ബുഖാരി എടുത്തു നോക്ക്, കിതാബ് സ്വലാത്ത് തറാവീഹ്, സ്വലാത്തു തറാവീഹ് എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. വിത്റിന്റെ അധ്യായത്തിൽ അല്ല കേട്ടോ, വിത്റാണെന്ന് പറയാൻ നിൽക്കണ്ട, കാരണം വിത്റിന്റെ അധ്യായത്തിൽ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. സ്വലാത്തു തറാവീഹ് എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചു. ആയിഷാ ബീബിയോട് അബൂ സലമത്തിന് അബ്ദുറഹ്മാൻ ചോദിക്കാണ്, എങ്ങനെയായിരുന്നു അള്ളാന്റെ റസൂലിന്റെ രാത്രി നിസ്കാരം? അള്ളാഹുവിന്റെ റസൂൽ റമദാനിലും അല്ലാത്ത കാലത്തും 11-ലധികം നിസ്കരിച്ചിരുന്നില്ല. ഈ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ റമദാനിൽ മാത്രമുള്ളതല്ല, എല്ലാ കാലത്തും ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി. കൂടിയാൽ 11, ചുരുങ്ങിയാൽ 1. ഇങ്ങനെയാണ്. ചില റിപ്പോർട്ടിൽ 13 ഉണ്ട്. അത് ഇശാന്റെ സുന്നത്താണ് അല്ലെങ്കിൽ സുബഹിന്റെ സുന്നത്താണെന്ന് സഹാബികൾ തന്നെ പറഞ്ഞതായിട്ട് വ്യക്തമായി ഹദീസും വന്നിട്ടുണ്ട്. അപ്പൊ 11 റക്അത്ത് അള്ളാന്റെ റസൂൽ നിസ്കരിക്കാറുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഉമർ ഖത്താബിന്റെ കാലത്ത് 20 നിസ്കരിച്ചതോ സഹീഹല്ല, ഒരൊറ്റ ഹദീസും സഹിയായി വന്നിട്ടില്ല. ഉമർ ഖത്താബിന്റെ കാലത്ത് ജനങ്ങൾ 20 നിസ്കരിച്ചിരുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് ഇമാം മാലിക്കിന്റെ മുവത്തയിലാണുള്ളത്. അത് ദുർബലമാണ്. അതേ മുവത്തയിൽ വളരെ പ്രബലമായ സനദെന്ന് നിങ്ങളുടെ നേതാവ് സുയൂത്തി തന്നെ ഹാവിയിൽ പറഞ്ഞിട്ടുള്ള ഹദീസിൽ എന്താ ഉള്ളത്? അമറ ഉമറു ഉബയ്യ ഇബ്നു കഅബിൻ വ തമീമൻ അദ്ദാരിയ അൻ യഖൂമാ ബി 11 റക്അത്തൻ. ഉമർ റളിയല്ലാഹു അൻഹു ഇമാമുകളായി നിശ്ചയിച്ച ഉബയ്യ ഇബ്നു കഅബിനോടും തമീം അദ്ദാരിയോടും നമസ്കരിക്കാൻ കൽപ്പിച്ചത് 11 റക്അത്താണ്. കണ്ടോ? അപ്പൊ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്ന ഇമാമിന് അമീറുൽ മുഅ്മിനീൻ കൊടുക്കുന്ന ഓർഡറാണ് 11 നിസ്കരിക്കണം. എന്നിട്ട് ആ 11ന്റെ നീളം ദീർഘമായി ഓതും, 100 കണക്കിന് ആയത്തുകൾ ഓതും. ചില ആൾ വടിയിൽ ഇങ്ങനെ ഊന്നി നിൽക്കും എന്നൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ചുരുങ്ങിയാൽ 1, കൂടിയാൽ 11. അപ്പൊ എല്ലാ കാലത്തുള്ള നിസ്കാരാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ
ഖലീഫമാരോ സഹാബികൾ ആരെങ്കിലുമോ 23 റക്അത്ത് അല്ലെങ്കിൽ 11-ലധികമോ നിസ്കരിച്ചത് ഹദീസിൽ തെളിഞ്ഞിട്ടില്ല. പിന്നൊരു വാദഗതിയുണ്ട്. അതെന്താ? എത്ര നിസ്കരിക്കാം? സ്വലാത്തുൽ ലൈലി മസ്നാ മസ്നാ. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിലെ പല പണ്ഡിതന്മാര്, ഇബ്നു തൈമിയെ പോലുള്ള പല ആളുകളും പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്. രാത്രി നിസ്കാരം ഈ രണ്ടാണ്. സുബഹിയാവുന്നു കണ്ടാ ഒറ്റയാക്കിക്കോ. അത് എന്നിട്ട് അവർ പറയാ ചിലയിടത്ത് 36 നിസ്കരിച്ച റിപ്പോർട്ടുണ്ട്, മറ്റൊരു 41 നിസ്കരിച്ച റിപ്പോർട്ടുണ്ട്. അതൊക്കെ റിപ്പോർട്ടുകളാണ്. ആളുകൾ ചെയ്തത് ദീനിൽ തെളിവല്ല. നബി ചെയ്തിട്ടുണ്ടോ? സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? അതേ നമ്മൾ അന്വേഷിക്കേണ്ടുള്ളൂ. നബിയും സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല. ഇവർ പറയുന്നതാണ് ശരിയെങ്കിൽ ഒരിക്കൽ 11, ഒരിക്കൽ 13, ഒരിക്കൽ 15, ഒരിക്കൽ 17, ഒരിക്കൽ 19, ഒരിക്കൽ 21 അങ്ങനെ നബി മാറി 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 നിസ്കരിച്ച് കാണിച്ചു തരണ്ടേ? മസ്നാമസ്നായിട്ട് എത്രയും നിസ്കരിക്കാൻ. പക്ഷെ 11-ൽ കുറച്ച് 9, 7, 5, 3 ഒക്കെ നിസ്കരിച്ച സഹിയായ റിപ്പോർട്ടുണ്ട്. 13 ചില റിപ്പോർട്ടിലുണ്ടെന്നല്ലാതെ 15, 17 നബി നിസ്കരിച്ചതായിട്ട് ഒറ്റ ഹദീസിലുള്ള 20, 23 ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ ഇജ്മാ ആണ്. എവിടുന്ന് കിട്ടി ഇജ്മാ? എത്ര പണ്ഡിതന്മാർ അതിനെ എതിർത്തു? ഇമാം മാലിക് പറഞ്ഞതെന്താ? ഉമർ ഖത്താബ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് 11-നാണ്. അതാണ് എനിക്കിഷ്ടം. എനിക്കറിഞ്ഞുകൂടാ എവിടുന്നാണ് ഈ അധികരിച്ച റക്അത്തുകൾ ഉണ്ടായതെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് ഇമാം മാലിക് പറയുന്നു. അപ്പൊ ഇജ്മാ ഉണ്ടോ? ഇജ്മാ ഇല്ല. 11-നാണ് എനിക്കിഷ്ടം, അതാണ് റസൂലുള്ളാഹിന്റെ നിസ്കാരം, അതാണ് ഉമർ ഖത്താബ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ഇമാം മാലിക് പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 11 നിസ്കരിക്കുന്നത്. അല്ലാതെ ഞങ്ങളെ വക ജനങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് പരിശുദ്ധ റമളാൻ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആ മാസത്തെ എതിരേൽക്കുവാനും അതിൽ അമലുകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. പ്രവാചകൻ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെ പാടെ വർജിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ കമ്മിറ്റി ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേട്ട നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, റമളാനിനെ ഗൗരവപൂർവ്വം കാണണം. നിങ്ങൾ പഠിക്കണം. ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിച്ച് റമളാൻ എന്താണെന്ന് മനസ്സിലാക്കി അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ അമൽ ചെയ്യുവാനുള്ള സ്വഭാവം നമ്മൾ കാണിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ഓരോ കാര്യങ്ങളും ശരിക്കും ഉൾക്കൊള്ളുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഖ്ലാസോടും ഇത്തിബാഅോടും കൂടി ഈ വരുന്ന റമളാനിലെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കുവാനും കഠോരമായ നരകശിക്ഷ രക്ഷപ്പെടുവാനും റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.